കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. നമ്മുടെ ദൈവം ആരാണ്, എന്താണ്, ഏത് ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോകുന്നതെന്നല്ല നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്ന് കേൾക്കാം. ഞാൻ പറയുന്നതല്ല, വചനത്തിൽ നിന്ന് എന്താണ് ദൈവത്തെ, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന്, ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചതെന്ന്, എങ്ങനെ ആരാധിച്ചപ്പോഴാണ് ദൈവം ഇറങ്ങി അവരുടെ മുമ്പേ നടന്നതെന്ന് നമുക്ക് കാണാം. ഹല്ലേലൂയ. യെശയ്യാവ് 42:9. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയതറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവിൻ. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദങ്ങളും ഉയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും. അവർ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ അതിൽ പറയുകയാണ്, മരുഭൂമിയിലുള്ളവരും പട്ടണത്തിലുള്ളവരും ദ്വീപിലുള്ളവരും സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും എല്ലാവരിനോടാണ് പറയുന്നത്. എല്ലാവരും ആർത്തുല്ലസിച്ചപ്പോൾ, ദൈവത്തിൻ്റെ നാമം സ്തുതിച്ചപ്പോൾ, അവന് തക്ക മഹത്വം കൊടുത്തപ്പോൾ, യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തൻ്റെ ശത്രുക്കളോട് വീരം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ആ സ്തുതി കരയറ്റാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എളംകുളത്ത് നിന്ന്, ആ ന്യൂ ലൈഫ് സഭയിൽ നിന്ന് നമ്മളിന്ന് പിതാവാം ദൈവത്തിന് സ്തുതി കരയറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു കൂട്ടമായി, നമ്മളുടെ ഈ കൂട്ടം ഈ വർഷം മുമ്പോട്ട് നമ്മളുടെ ചർച്ചിൻ്റെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആ പിതാവാം ദൈവത്തെ നമ്മൾ വിളിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ മുമ്പേ നടന്ന് യുദ്ധം നടത്തുവാൻ വേണ്ടി ആ ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ മുമ്പേ പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ യഹോവയ്ക്ക് ഒരു ആർപ്പിട്ടെ. ഹല്ലേലൂയ. നമുക്ക് അവന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ യഹോവ ഒരു വീരനെ പോലെ എണീക്കണം. ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ആരാധന. ഹല്ലേലൂയ. ആമേൻ. ആ ശക്തിയോടെ ആ കർത്താവിന്റെ സന്നിധിയിൽ ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. എങ്ങനെയെന്നാൽ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നുകൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നുകൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. നമ്മളെ മെനഞ്ഞ ദൈവത്തിന് ദൈവമെന്നറിവിൽ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവേൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ.
ഹല്ലേലൂയ. യഹോവയ്ക്കാർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തൻ, യഹോവ തന്നെ വിശ്വസ്തൻ എന്നറിവിൽ അവൻ നമ്മെ വിടുവിച്ചല്ലോ. വിശ്വാസത്തോടെ യഹോവ തന്നെ വിശ്വസ്തൻ എന്നറിവിൽ അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതി. ഭൂവാസികളായുള്ളവരെ അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് മാത്രം സ്തുതി. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ. സ്തുതി എന്നും ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ എന്തുകൊണ്ടെന്നാൽ അവൻ നല്ലവനല്ലോ. ഒരിക്കൽ കൂടെ അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ. സ്തുതി എന്നും അതുകൊണ്ട് സിയോൻ യാത്രയിൽ യാത്രയതിൽ മനമേ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നുവേ. എന്തുകൊണ്ടെന്നാൽ എന്റെ യേശു മുമ്പേ പോകുന്നുണ്ട്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടി. ആരാണ് നമ്മുടെ കൂടെയുള്ളത്? അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയിൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്നെ ക്ഷേമമായി പാലിക്കുന്നു. എന്റെ മുമ്പേ ഉള്ളത് അബ്രഹാമിൻ ദൈവം, യെസ്, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും അതുകൊണ്ട് സിയോൻ യാത്രയിൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ലോകത്തിൻ ദൃഷ്ടിയിൽ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ കർത്താവേ, ഈ ലോകം എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ അവന്റെ മുമ്പിൽ ഞാൻ അവന്റെ മകനാണ്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ള ഈ ലോകം എന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. മനുഷ്യരിൽ ആശ്രയമോ, മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തോട് പറയാം, അങ്ങാണ് എന്റെ ആശ്രയം. അത്
സർവശക്തനായ എൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ള ഭൂവാസികളെ ആർപ്പിടുവേ. യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയിൽ, സിയോൻ യാത്രയതിൽ മനം. ഒന്നുകൂടി പാടാം. എന്തുകൊണ്ടാണ് നമുക്ക് ഭയമില്ലാത്തത്? അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എത്ര പേര് പറയൂ? യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്തുകൊണ്ടെന്നാൽ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ എന്റെ ദൈവം. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ. യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതിരാജനും കർത്താതി കർത്താവും, കർത്താതി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാദി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. എന്തൊക്കെ മാറിയാലും, ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്റെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. മാധുര്യമാക്കാൻ കഴിവുള്ളോൾ പാറയെ പിളർന്നു ദാഹം പൊക്കും. മാധുര്യമാക്കാൻ കഴിവുള്ളോൾ പാറയെ പിളർന്നു ദാഹം പൊക്കും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായ എന്നെ മതിയായ ദൈവം. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും ഈ നല്ല ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യശൂരൂന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. നമ്മൾ ദൈവത്തിന് മുമ്പിലാണ് പാടുന്നത്. സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തിയോടെ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നെന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തീർന്നെന്നാലും പുതുബലം എന്നിൽ പകരും. അവൻ ആൽഫ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യശൂരിന്റെ ദൈവം പോ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവം, എന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്തുകൊണ്ടെന്നാൽ കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കും. ഏതൊരവസ്ഥയായാലും എന്റെ ദൈവത്തിനൊരു മാറ്റമില്ല. എന്നെ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്ന എന്റെ സർവശക്തൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ബലഹീനനായി തീർന്നാലും ആ കർത്താവിന്റെ ബലം എന്നിൽ പകരും. ഹല്ലേലൂയ. ബലഹീനനായി തീർന്നെന്നാലും പുതുബലം എന്നിൽ പകരും.
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവം. യേശുവിന്റെ ദൈവത്തെ പോ, യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവം. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭൻ. നമ്മളോടുള്ള ദയ അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം ആ പുത്രനെ തന്നെ നമ്മളെ സ്നേഹിച്ചു, സ്വന്തം മക്കളാക്കി നമ്മളെ മാറ്റി, സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റി. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവൻ. അവന്റെ ദയയാണ് നമ്മളിപ്പോ ഇവിടെ ആയിരിക്കുന്നത്. Oh Lord, hallelujah. യഹോവയ്ക്കാർപ്പെടുവിൻ ഭൂവാസികളെ, യഹോവയ്ക്കാർപ്പെടുവിൻ ഭൂവാസികളെ, യഹോവയ്ക്കാർപ്പെടുവിൻ. നമുക്ക് ഒരു പ്രാവശ്യം ആദ്യം യഹോവയ്ക്ക് വേണ്ടി ആർപ്പിടാം. ഹല്ലേലൂയ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേ. ഹല്ലേലൂയ, ആമേൻ. അത് നമ്മുടെ മുമ്പേ പോകുന്ന ഹല്ലേലൂയ സർവ്വസൈന്യാധിപനായ നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ തന്നു, നമ്മളെ ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ മക്കളെ വീണ്ടും ആ പിതാവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് ചെയ്തത്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധന കരയേറ്റിയത്. നമ്മൾ ആ വചനത്തിൽ വായിച്ചതുപോലെ നമ്മൾ ഭൂമിയിൽ നിന്നും, സമുദ്രത്തിൽ നിന്നും, ദ്വീപുകളിൽ നിന്നും, മരുഭൂമിയിൽ നിന്നും ആരാധന ഉയർന്നപ്പോൾ, ആ പിതാവിനെ സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ പിതാവ് ഇറങ്ങി വന്നു നമ്മുടെ മുമ്പേ. നമ്മുടെ ഏതൊരവസ്ഥയായാലും ഹല്ലേലൂയ, നമുക്ക് അസാധ്യമായുള്ള കാര്യങ്ങൾ കർത്താവ്, നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ പിതാവിന് സാധ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവിന് അസാധ്യമായ ഒന്നുമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാ പ്രശംസയ്ക്കും യോഗ്യനങ്ങ് മാത്രം കർത്താവേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഓ, ആരാധന അങ്ങേക്ക് മാത്രം കർത്താവ്. ഞങ്ങൾ കർത്താവ് ഈ ദേശത്തായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ എളംകുളത്ത് ഞങ്ങളുടെ സഭയിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളോട് സംസാരിപ്പിച്ച, ഞങ്ങളോട് കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങൾ ഇന്ന് ആരാധിക്കുകയാണ് കർത്താവെ. ആ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു യേശുനാഥ. ഞങ്ങളുടെ കർത്താവ് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ചിന്തകളോ ഞങ്ങളുടെ പ്ലാനുകളോ ഒന്നുമല്ല. ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞതുപോലെ മുമ്പിലുള്ളത് നോക്കി ഭയപ്പെടേണ്ട, മൂവ് ഫോർവേഡ്. നിങ്ങൾ മുമ്പിലോട്ട് പോയിക്കോളൂ, ഞാൻ മുമ്പിലുണ്ട്. നിങ്ങൾ ഞങ്ങളെ നയിക്കുന്ന ദൈവം ഹല്ലേലൂയ ചെങ്കടലായിക്കോട്ടെ, അഗ്നിയുടെ നടുവിലായിക്കോട്ടെ, ഹല്ലേലൂയ അവിടെ ഇറങ്ങി വരുന്ന നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിലെ മക്കൾ നമ്മളെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ആ പിതാവാം ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നത് പോലെ നമ്മുടെ ശത്രുവിന്റെ മേൽ അവൻ കർത്തൃത്വം നടത്തുമെന്ന്. നമ്മളിപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ഹല്ലേലൂയ. ആ എല്ലാ ആവശ്യത്തെക്കാൾ എൻ്റെ പിതാവ് മതിയായവനാണ്. ആ പിതാവിനെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന, യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും പാടിയാട്ടെ.
എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. എല്ലാ കാര്യങ്ങളും ആ സ്വർഗത്തിലേക്ക് ഉയർത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവം അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതും. ഈ വർഷവും നമ്മളെ കുറിച്ച് കരുതുന്ന ദൈവം. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങും. അവൻ മതിയായ ദൈവമാണ് നമുക്ക്. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ദൈവം. ആരൊക്കെ കൈവിട്ടാലും നമ്മുടെ കൈവിടാത്ത നമ്മുടെ ദൈവം. വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. അവനൊരു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും പാടിയാട്ടെ. നീയല്ലാതെ വേറെ ദൈവമില്ല, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണെൻ ദൈവമേ, നമ്മുടെ പിതാമഹൻ മാത്രമാണ്. അങ്ങേക്കു തുല്യനായ ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. ഞങ്ങൾ പറയുന്ന കർത്താവ്, നീയല്ലാതെ വേറെ ദൈവം ഞങ്ങൾക്കില്ല. അങ്ങേ മാത്രം ഞാൻ വണങ്ങുന്നു. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവേ, സ്തുതിക്ക് യോഗ്യനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആരാധന. രാജാധിരാജാവിനാരാധന. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന. രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. സർവശക്തിയോടെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ. Hallelujah.
തുല്യനായ ആരുമില്ല. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. ഞങ്ങൾ പാടുന്നു കർത്താവേ, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണ് ദൈവമേ, എൻ പിതാവിന്റെ അപ്പനും അങ്ങാണ് കർത്താവേ. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. കർത്താവ്, അങ്ങയുടെ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ ആരാധിക്കുന്നു പിതാവേ. ഞാൻ വണങ്ങിയിടുന്നേ. നീയാണ് ദൈവമേ, എൻ പിതാവേ. പിതാവിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി അങ്ങയുടെ സന്നിധിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? അതെ കർത്താവേ, ചേറ്റിൽ കിടന്നതാമെന്നേ ആ പൊൻകരം നീട്ടി പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നേ ആ പൊൻകരം നീട്ടി പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ ഹല്ലേലൂയ. അവരുടെ സ്നേഹത്തെ ഓർത്ത് യോഗ്യത എന്നിൽ ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ ഒരിക്കൽ കൂടി. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ സ്വന്തം ജീവനെ തന്ന് സ്നേഹിച്ച നമ്മുടെ പിതാവ് യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ദൂയരേ 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 വറ്റാത്തോറേ വറ്റ വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ. ഹല്ലേലൂയ. വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ. ഹല്ലേലൂയ. ആമേൻ. ആ സ്നേഹത്തെ ഓർത്ത് കർത്താവ് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു യേശുവപ്പച്ച. അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് രുചിച്ചറിയാൻ പറ്റുന്നുണ്ട് കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തൊട്ടറിയുന്നു യേശുവപ്പച്ച. കർത്താവ് ഞങ്ങളുടെ മധ്യ അങ്ങയുടെ സാന്നിധ്യം ഉള്ളതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ ഞങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അങ്ങ് കണ്ടത് കൊണ്ടാണ് കർത്താവേ. പിതാവും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നു കർത്താവേ. സ്വർഗരാജ്യത്തിലേക്ക് വീണ്ടും തെറ്റിപ്പോയ ഞങ്ങളെ വീണ്ടും അങ്ങ് കർത്താവ് ഞങ്ങളുടെ മക്കളാക്കി ഞങ്ങളെ മാറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളെ വിട്ടുകളയാത്ത സ്നേഹം, അത് നല്ലൊരു ഇടയനെ പോലെ കർത്താവ് ഞങ്ങൾ തെറ്റിപ്പോയപ്പോൾ കർത്താവ് അവിടെ വന്ന് ഞങ്ങൾ വീണ് കിടത്തെടുത്തുനിന്ന് വന്ന് ഞങ്ങളെ എടുത്ത് ഞങ്ങളെ ശുശ്രൂഷിച്ച് ഞങ്ങളുടെ തോളിൽ ഞങ്ങളെ വഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് ഞാനല്ല കർത്താവ് നടക്കുന്നത്, ഞങ്ങൾ അങ്ങയുടെ തോളിലാണ് കർത്താവേ ഞങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. അത്രമാത്രം സ്നേഹം തന്ന് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഇടയനാണ് ഞങ്ങളുടെ കൂടെയുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു യേശുവപ്പച്ച.
ഹല്ലേലൂയ. ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾക്ക് പാടുവാനും ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാനും മറ്റൊന്നുമില്ല കർത്താവേ. അങ്ങയുടെ സ്നേഹം മാത്രമുള്ള യേശുനാഥ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ കൂടെ ഇന്നും ഇരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവേ. കർത്താവ്, ഞങ്ങൾ ഒന്നിനാലും ഈ ലോകത്തിലെ ഒന്നിനാലും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോവാൻ ഞങ്ങൾ ഇടവരത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ കർത്താവ്, ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കി ആ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ക്രിസ്തുയേശുവിൽ ആ ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അത് പിടിക്കുവാൻ തക്കവണ്ണം ആ ക്രിസ്തുയേശു പിടിച്ചതുപോലെ ഞങ്ങളും ആ ലാക്കിലോടി ഞങ്ങളുടെ കർത്താവെ കിരീടം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അവിടെ സാന്നിധ്യം ഞങ്ങളെ ഇനിയുള്ള ശുശ്രൂഷ ഞങ്ങൾ കൂടിയിരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. 2023 അസ്തമിച്ചു കഴിഞ്ഞു. 2024 പ്രാരംഭ ആഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, കഴിഞ്ഞ വർഷം എത്രയൊക്കെ അനുഗ്രഹമായി, എത്ര കേൾക്കുന്ന വചനങ്ങൾ എത്ര പേർക്ക് എന്താ പറയുക അനുഭവമായി മാറുന്നുണ്ട്. ഞാൻ അന്ന് നിങ്ങളുടെ വായിൽ നിന്ന് എനിക്കത് കേൾക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ 8, 9, 10 മാസത്തോളമായി നമ്മൾ ഘോരഘോരമായി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എത്രയൊക്കെ അനുഗ്രഹമുണ്ട്. പല കാര്യങ്ങളും മുങ്ങിയില്ല. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയില്ലേ, ഞാൻ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ക്ലാസ് എടുത്ത വ്യക്തി എന്ന എക്സ്പീരിയൻസ് എന്ന നിലയിൽ തന്നെ ഞാൻ സംസാരിക്കുക നിങ്ങളോട്. എവിടെ നിന്നും ഒരു കുറിവാക്യം എടുത്ത് പ്രസംഗിച്ചിട്ട് പോയാൽ ജീവിതകാലം മുഴുവനും നമ്മൾക്ക് ആ സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന വിധത്തിൽ മാത്രം കേട്ടുപോയാൽ, ഈ ആശ്വാസം കിട്ടുന്ന വചനങ്ങൾ മാത്രം കേട്ടുപോയാൽ നമുക്കൊരിക്കലും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടേ മതിയാകത്തുള്ളൂ. അവിടെ നിന്ന് ഒരു വചനം എടുത്ത് പ്രസംഗിക്കാൻ ഞാൻ വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ പെട്ടെന്ന് പണി നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് അടിസ്ഥാനമിട്ട് പണിത് വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, എത്ര പേര് എനിക്കറിയത്തില്ല, എന്തൊക്കെയോ ഉണ്ട്. ഞാനൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 6 മുതൽ 9 വരെ. അവിടെ ഇങ്ങനെ വാക്യം കഴിയുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 6 മുതൽ 9 വരെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ വാക്കാണ്. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. അടുത്തത് 6 വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും. അടുത്തത്, വിശേഷാൽ, വാക്യം ശ്രദ്ധിക്കണം, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ അവൻ്റെ വരവിങ്കൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അടിസ്ഥാനമിട്ട് പണിതരാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൂടി വന്ന് ഏതെങ്കിലും സമാധാനം കിട്ടുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടുന്ന വചനം കേട്ടുപോകാൻ വേണ്ടിയല്ല. ഒരുപക്ഷെ ലോകത്തിൽ എനിക്കറിയാം, ലോകത്തിൽ അനേകയിടത്തും അത് നമുക്ക് നല്ലവണ്ണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആശ്വാസത്തിൻ്റെ വചനം കേൾക്കുവാൻ, നമ്മുടെ സമാധാനം കിട്ടുന്ന വചനം കേൾക്കുവാൻ, നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ മാറുന്ന വചനം കേൾക്കുവാൻ. പക്ഷേ ഇന്നത്തെ പ്രശ്നം വചനം കേട്ട് മാറിയാലും അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളായിട്ട് നമ്മൾ കടന്നു വരുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നിരന്തരമായ സ്ഥിരമായ ഒരു സമാധാനം കിട്ടത്തില്ല. കർത്താവ് വന്നത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഛിദ്രമുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് തിന്മക്ക് വേണ്ടിയില്ല, നന്മക്കായിട്ടാണ്. നമ്മളെ യഥാർത്ഥമായ വിശ്വാസം പുറത്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, നമ്മെ അറിയിക്കാൻ വേണ്ടിയാണ്. അവൻ നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്നവനാ ദൈവം. പക്ഷേ നമ്മെ അതിലൂടെ കിടത്തിവിടുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്, നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു അറിയാൻ വേണ്ടിയാണ്.
എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ വചനം കേട്ട് നമുക്ക് ആശ്വാസം കിട്ടിപ്പോയാൽ നാളെ അടുത്ത സൺഡേ കടന്നു വരുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. വചനം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ വരവെങ്കിൽ അടിസ്ഥാനപ്പെട്ടവരായി. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിൽ എന്തൊക്കെ കാറ്റും കോളും പേമാരികളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാലും കുലുങ്ങാത്തവരായി നിൽക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതൊക്കെ മനസ്സിലാവുക പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അതിന് നമുക്ക് ചിട്ടയായ ഒരു വചന പഠനമാണ് നമുക്ക് ആവശ്യം. അല്ല, ഇന്നൊരു ആശ്വാസം കിട്ടിയാൽ പോയിട്ട് കാര്യമില്ല. ഒരുപക്ഷേ അല്ല, എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനിവിടെ ഈ ക്ലാസ് ആരംഭിച്ചിട്ട് ആഴ്ചകളേറെ കഴിഞ്ഞു. എനിക്കറിയാം, ഞാൻ ഈ ക്ലാസ് പറയുമ്പോൾ മൈ കൊറോണേഷൻ ഡേ എന്ന ക്ലാസ് എടുക്കുമ്പോൾ ദൈവാത്മാവ് എത്ര വട്ടം സഭയ്ക്ക് ഇവിടെ എൻ്റെ മുമ്പിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ വചനങ്ങൾ കൊടുക്കുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം. ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ആവശ്യമായതൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. നമ്മളെ വെറുതെ വന്ന് പോകുവാൻ അവൻ അനുവദിക്കത്തില്ലവൻ. അതുകൊണ്ട് പലപ്പോഴും വാക്കിനിടയിൽ ദൈവം പറയുന്ന വാക്യങ്ങൾ എനിക്കറിയാം. ഞാൻ കാണാത്തത് പോലും എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ആർക്കൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുള്ള നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നമുക്കൊരു ചുട്ടയായൊരു വചന പഠനം നമുക്ക് ആവശ്യമാണ്. സഭയുടെ അടിസ്ഥാനം എന്താണ്? ഇതുമേലൊക്കെ നമുക്ക് പണിതെടുത്തില്ലെങ്കിൽ മത്തായി 7-ാം അധ്യായം അവസാന വാക്ക് വരുമ്പോൾ മണ്ണുമേൽ പണിത വീട് അത് പൊളിഞ്ഞു പോകും. ഒരു പ്രശ്നം വന്നാൽ മതി, കുടുംബത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ ബിസിനസ്സിലോ ഒരു പ്രശ്നം വന്നാൽ മതി, നമ്മൾ ഉടഞ്ഞ് താഴെ പോകും നമ്മൾ കെട്ടിപ്പണിത ആ കെട്ടിടം. എന്നാൽ പാറമേൽ, ക്രിസ്തു എന്ന പാറയുമേൽ അടിസ്ഥാനമിട്ട് പണിയാണെങ്കിൽ ഇതൊന്നും വന്നാലും നമ്മൾ അടുക്കൽ പോലും മേശത്തില്ല. ഒരുപക്ഷെ ആടിയൊന്നും ഉലഞ്ഞേക്കാം, പക്ഷെ പണിത് ക്രിസ്തു എന്ന പാറയുമേലാണെങ്കിൽ ഒരിക്കലും അത് ഉടഞ്ഞു പോകത്തില്ല. അതൊക്കെ മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയതും 10,000 ദൈവാസന്മാർ ഞങ്ങൾ ട്രെയിനിങ് സെൻറ്റർ പഠിച്ചു പോയതും അവിടെ നിന്നൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഫൗണ്ടേഷൻ ഇടുകയാണ് നമ്മൾ ക്രിസ്തു എന്ന. ഇപ്പോഴും നമ്മൾ ബൈബിൾ ക്ലാസ് ആരംഭിച്ചിട്ട് പോലും യഥാർത്ഥമായ വചനം സഭയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. നമുക്ക് യഥാർത്ഥമായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. വളരെ ഒരു നുള്ളു മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. ഒന്നും മിണ്ടില്ലല്ലോ നിങ്ങൾ. ഇവിടെ പറയുന്നതും ഇവിടെ പ്രസംഗിക്കുന്ന ദൈവാസന്മാരൊക്കെ ഒന്ന് തന്നെ പറയുന്നത് നമ്മളെ ദൈവം വിളിച്ചത് ആ നിത്യക്ക് വേണ്ടിയാണ്. അത് വിട്ടാൽ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമാണ്. നാമതേ ക്രിസ്ത്യാനികൾ കൂടി പോകുന്നത് പോലെ വന്ന് കൂടിപ്പോയി ആശ്വാസം കിട്ടി സമാധാനം കിട്ടി പോകുന്നല്ലാതെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്കൊരിക്കലും അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും കഴിയത്തില്ല. നമ്മുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ നോക്കി പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനത്തിൻ്റെ ആ നിമിഷങ്ങളിൽ നമ്മൾ പതറിപ്പോകും. ദാനിയേൽ പറയുന്ന പോലെ എൻ്റെ പിളകിപ്പോകും, നിൽക്കാൻ കഴിയത്തില്ല നമുക്ക്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, പഠിക്കുന്ന വചനങ്ങൾ അത് നമ്മളെ പ്രാപ്തനാക്കുകയാണ്. പോരാ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്കിത് പറയേണ്ടി വന്നതിൽ ഞാൻ വളരെ ഖേദിക്കുകയാണത്. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമുക്കൊരു പുസ്തകം തന്നിട്ടുണ്ട് ദൈവം, നമുക്ക് ഒരു ബൈബിൾ നമ്മുടെ കയ്യിൽ. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? അത് ആദിയോടന്തം പഠിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുകയും ആ വചനത്തിൽ, അവൻ്റെ വചനത്തിലുള്ള പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചത് യഥാസമയം എഴുതുന്നുണ്ട് അറിയാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളല്ലേ? വചനം പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്നിട്ട് എന്തിനു വേണ്ടിയാ? നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ശോധനകൾ അഴക്കും. പഠിച്ചത് അവൻ നല്ലവണ്ണം എഴുതുന്നുണ്ടോ എന്നറിയുവാൻ ശോധനകൾ അഴക്കുമ്പോൾ അകത്തു വന്ന വചനത്തിന് മാത്രമേ നമ്മെ ഉത്തരം കൊടുക്കുവാൻ കഴിയുമാറാക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഇല്ലെങ്കിൽ പതറിപ്പോകും സഹോദരങ്ങളെ. ഈ ലോകത്തിലെ അത്ഭുതമോ അടയാളങ്ങളോ ഇവിടുത്തെ നന്മയോ ബിസിനസ്സോ ഒന്നും അല്ല. അതൊക്കെ ഇവിടെ അസ്തമിക്കും. അതൊക്കെ വില കുറഞ്ഞ നന്മകളാ, വില കുറഞ്ഞ വാഗ്ദത്തങ്ങളാ, അവകാശങ്ങൾ മാത്രമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ സ്വർഗത്തിൽ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനം പങ്കിടാൻ വേണ്ടിയാ. അത് നമ്മൾ അകത്ത് കയറുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. പൗലോസിന്റെ വാക്കും ഞാൻ ചേർത്ത് പറയുക, ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ഒന്നുപോലും കളയാതെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്.
ബാക്കി കാര്യം തീർക്കുന്ന നാളിൽ ദൈവം ഓരോരുത്തരുമായി കാര്യം തീർത്തിരിക്കും. എൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. സന്തോഷമാണില്ലയോ? അടുത്ത ആഴ്ച മുതൽ ബൈബിൾ മസ്റ്റായിട്ടും എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കണം. 2024 ബൈബിൾ ഇല്ലാത്തവർ കടയിൽ പോയി നല്ലൊരു ബൈബിള് വാങ്ങുക, നോട്ട്ബുക്ക് വാങ്ങുക, പേന വാങ്ങുക. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, സഭയാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് യേശുവിനെ പോലെയായി മാറാൻ വേണ്ടിയാണ്. ഈ പൊട്ട ബോക്സിനകത്ത് എത്ര വചനം കയറിയാലും ഇവിടം വിട്ടിറങ്ങിയാൽ മതി, പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. ഇത് മൊബൈലിൽ എഴുതി വെച്ച്, പുസ്തകത്തിൽ എഴുതി, ലാപ്ടോപ്പിൽ എഴുതി വെച്ചാൽ പോലും പലപ്പോഴും മിസ്സിംഗ് ആവും നമ്മുടെയൊക്കെ കാര്യം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആരെ ചെറുതാക്കിയോ വലുതാക്കിയോ ഒന്നുമല്ല. നമുക്കൊരൊറ്റ ലക്ഷ്യമുണ്ട്, ഈ ആയുസ്സിൽ യേശുവിനെ പോലെയായി മാറണം. ഈ വർഷം എൻ്റെ കർത്താവ് നമ്മളെ കാണുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ പിതാവ് നോക്കുമ്പോൾ യേശു ആരെന്ന് അറിയത്തില്ല. അതുപോലെ ഉള്ളവരെ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ. അതുപോലെ ആയിരിക്കണം നമ്മുടെ സഭക്കകത്തും. ഇങ്ങനെ വാക്യം മത്തായി 20, എൻ്റെ ഓർമ്മ ശരിയാണ്, 27-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വാക്കുണ്ട്, നിന്റെ വാക്കുകൾ അവൻ്റെ ശിഷ്യനായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ എപ്പോഴെന്നറിയാമോ കർത്താവിനെ പിടിച്ചോണ്ട് പോയി, ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോയി. പത്രോസ് അവനെ അനുഗമിച്ച് ഒളിച്ചും മറഞ്ഞുമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നൊരു ഭാഗമുണ്ട്. അവിടെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും എനിക്ക് യേശു അറിയില്ലെന്നൊക്കെ പത്രോസ് പറഞ്ഞു. അല്ല, നിന്റെ വാക്കുകൾക്ക് യേശുവിന് കൂടെ നടന്ന ഒരു ചൊവ്വയുണ്ട്. 3.5 വർഷക്കാലം യേശുവിനോട് നടന്നപ്പോൾ അറിയാതെ പത്രോസും യേശുവിനെ പോലെയായി മാറി. അവന് മനസ്സിലായില്ലെങ്കിലും കണ്ടവർക്ക് മനസ്സിലായി. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ആയുസ്സിൽ യേശുവിനെ പോലെയായി മാറാൻ വേണ്ടിയാണ്. ഇതിനകത്ത് നമ്മുടെ ഹിതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്നേ, മോഹങ്ങളുണ്ട്. ഈ ലോകത്തിലെ പേരും പെരുമയും സ്ഥാപിക്കുവാൻ ഇതിനകത്ത് മോഹങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഈ ലോകത്തോടുകൂടി നശിച്ചു പോകാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. അവൻ്റെ മോഹം എൻ്റെ അകത്ത് എഴുതാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ബാക്കി ഏത് മതങ്ങളെടുത്തോ, നിങ്ങൾക്ക് ഞാൻ തെറ്റിദ്ധരിക്കരുത്. ലോകത്തിലെ ഏത് മതങ്ങളെടുത്തോ, ഏത് ഗോത്രങ്ങളെടുത്തോ, അവരുടെ ദൈവങ്ങളുടെ ഇഷ്ടം മനുഷ്യരെഴുതുകയല്ല, മനുഷ്യൻ്റെ ഇഷ്ടം ദൈവങ്ങളാൽ എഴുതുകയാണ്. എന്നാൽ ക്രിസ്ത്യ ജീവിതം അങ്ങനെയല്ല. ക്രിസ്ത്യ ജീവിതം നമ്മുടെ ഇഷ്ടം അവനോട് പറഞ്ഞു വാങ്ങുകയില്ല, അവൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറാനാ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ആവർത്തിക്കുക, ക്രിസ്ത്യ ജീവിതത്തിൽ മാത്രം, ഈ മാർഗത്തിൽ മാത്രം, മതമല്ല, ക്രിസ്ത്യ മതമല്ല, ക്രിസ്തീയ മാർഗത്തിൽ മാത്രം ഏത് മതങ്ങളെക്കാളേറെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് ദൈവത്തെ അടുക്കൽ പോകുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, മറ്റേത് മതഗ്രൂപ്പുകൾ എടുത്താലും അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ മോഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാ അവർ ദൈവങ്ങളുടെ അടുക്കൽ പോകുന്നത്. പക്ഷേ ക്രിസ്തീയ മാർഗം മതമല്ല, ക്രിസ്തീയ മാർഗം അതല്ല. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് അവൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറുവാൻ അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. അതാ വ്യത്യാസം. ഏത് മാർഗത്തെക്കാൾ, ഏത് മതത്തെക്കാൾ ക്രിസ്തീയ മാർഗം, വീണ്ടും ആവർത്തിക്കുന്ന മതമല്ല, ക്രിസ്തീയ മാർഗം വ്യത്യസ്തമായി തീരുന്നത് ദൈവഹിതം സ്വർഗത്തെ പോലെ ഭൂമിയിൽ ആയിത്തീരുവാൻ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യത്തിന്റെ ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ. അതല്ലേ നല്ലത്? അത് അന്വേഷിക്കുമ്പോൾ വാക്കിയൊക്കെ നമ്മുടെ പുറകെ വരും. നമുക്ക് ആവശ്യമായ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ സകലതും, ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ സകലതും അവൻ നമ്മുടെ പുറകെ അഴക്കും. നമ്മുടെ മുമ്പിൽ, പലപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിലാണ്, നമ്മൾ അതിനെ കണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് നമ്മൾ. ഈ വർഷം എനിക്ക് എൻ്റെ ബിസിനസ് വലുതാകണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അത് മുമ്പിൽ ഗോളാക്കി വെച്ചുകൊണ്ട് അതടിക്കാൻ വേണ്ടി പോകുകയാണ് നമ്മൾ, അത് പിടിക്കാൻ പോകുകയാണ്. പക്ഷേ ക്രിസ്തീയ മാർഗം അതല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം അതല്ല നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ട്, അവൻ്റെ നീതി മുന്നിൽ കണ്ട് ഓടിപ്പോകുമ്പോൾ, അതിനെ പുറകെ പോകുമ്പോൾ വാക്കിലെ പുറകെ വരികയാണ്, ഒന്നിനും കുറവില്ലാതെ വണ്ണം. അതാണ് ക്രിസ്തീയ ജീവിതം. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും മറ്റു ദുരുപദേശങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ ദൈവരാജ്യം, ക്രിസ്തു മാത്രം, അവൻ്റെ ഹിതം മാത്രമാകണം. ഇല്ലെങ്കിൽ അമ്പേ പരാജയമായിരിക്കും ക്രിസ്തീയ ജീവിതം. അവൻ കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ പിളകിപ്പോകും. അവൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനവും ആ നിമിഷം നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ കിടന്ന് പിടക്കും. നമ്മൾ
അതൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. 2024 നമ്മുടെ ആ പുസ്തകത്തിലെ വചനം എഴുന്നേറ്റ് വന്നിട്ട് അതിൻ്റെ ഹൃദയങ്ങളിൽ വന്ന് വാസം ചെയ്യണം. ബൈബിൾ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ കയ്യിലെ ബൈബിളിൽ നിന്ന് ആ വചനം എഴുന്നേറ്റ് വന്നിട്ട് അതിനെ മുഴു തേജസ്സോടും കൂടി ഇതിനകത്ത് വന്ന് ജീവിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായ ക്രിസ്തു ജീവിതം. അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ പറയുന്നത് എനിക്കറിയത്തില്ല, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് ലോകത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ശാപം, അതിൻ്റെ അർത്ഥം പോലും നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ലോകത്തിൽ കേൾക്കാൻ പോലുമില്ല. കാരണം അനുഗ്രഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മൾക്ക് വീട് കിട്ടുന്നതോ കാർ കിട്ടുന്നതോ ഭൗതിക നന്മകളല്ല അനുഗ്രഹം. അതൊക്കെ അപ്പം മക്കൾക്ക് തരുന്ന ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നതാ. അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്നതാ യഥാർത്ഥ അനുഗ്രഹം. അവൻ എൻ്റെ കൂടെ നടക്കുന്നതാ യഥാർത്ഥ അനുഗ്രഹം. ശാപമോ, ദൈവസാന്നിധ്യം എന്നെ വിട്ടുമാറി പിശാച് എന്നോട് കൂടെ ജീവിക്കുന്നതാ, അല്ലെങ്കിൽ ജഡം എന്നോട് കൂടെ ജീവിക്കുന്നതാ യഥാർത്ഥമായ ശാപം എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇത്രയും കട്ടിയായി പറയേണ്ടി വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാ. ഇനി ചിരിക്കാലോ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ വർഷം നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അത് ക്രിസ്തുവിലാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ തപ്പിപ്പോയാലും കിട്ടത്തില്ല. ഇത് മതങ്ങളുടെ മാർഗം അതാ. ഓരോ ധ്യാനങ്ങൾ മാറി കൂടി, അല്ലെങ്കിൽ മറ്റെന്താ പറയുക, മെഡിറ്റേഷനുകളും എല്ലാം മാറിയാലും അവർക്കൊരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഈ ഭൂമിയിൽ ഇല്ല. സർവ്വലോകവും ദുഷ്ടൻ അതിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. സമാധാനം ക്രിസ്തുവിൽ മാത്രമാണ്. അവൻ എൻ്റെ ഹൃദയങ്ങളിൽ വന്ന് വാഴുമ്പോൾ നമുക്ക് സമാധാനം വരികയാണ്. ഈ ലോകത്ത് സമാധാനമില്ല സഹോദരങ്ങളെ. പക്ഷേ ക്രിസ്തു എൻ്റെ ആത്മാവിൽ വന്ന ദൈവരാജ്യം, ആത്മാവിൽ വന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ക്രിസ്തു ആത്മാവായി എൻ്റെ ആത്മാവിൽ വന്ന് ജീവിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് അവൻ എൻ്റെ ഹൃദയത്തിലേക്ക്, ബൈബിൾ ക്ലാസ്സിൽ വരുന്നവർക്കറിയാം, മനുഷ്യൻ ദേഹിയാകുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ സകലതും എന്നിലേക്ക് ഒഴുകി വരുന്നത്. അവൻ്റെ സമാധാനം, അവൻ്റെ ജ്ഞാനം, അവൻ്റെ പരിജ്ഞാനം, അവൻ്റെ അഭിഷേകം, അവൻ്റെ ശക്തി, അവൻ്റെ സ്വഭാവം, അവൻ്റെ സ്വരൂപം, അവൻ്റെ സാദൃശ്യമെല്ലാം അവൻ എൻ്റെ ഉള്ളിൽ വന്ന് വാഴുമ്പോൾ എന്നിലേക്ക് അത് ഇമ്പാക്ട് ചെയ്യപ്പെടുകയാണ്, എന്നിലേക്ക് പകരുകയാണത്. സ്നേഹിക്കാൻ പറ്റുമോ സഹോദരിമാരെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? നുണ പറയരുത് എന്നോട്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചത്, പേടിക്കൊന്നും വേണ്ട. അവർ അങ്ങോട്ട് മുഖം തിരിച്ചോ? നിങ്ങളെല്ലാവരും നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ആത്മാർത്ഥമായി ഈ വേദപുസ്തകപ്രകാരം സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാലും നുണയാണത്. സഹോദരന്മാര്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭാര്യമാരെയല്ല, ഒരു ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? പറ്റില്ല സഹോദരങ്ങളെ. ഞാനിത് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരികയാണ്. നമുക്കൊരിക്കലും ഒരാളെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം 4 സ്നേഹമുണ്ട്. ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നത്, സഹോദരന്മാരെ സ്നേഹിക്കുന്നത്, രണ്ടാമത്തത്, മൂന്നാമത് സകല സൃഷ്ടികളെയും സ്നേഹിക്കുന്ന സ്നേഹം. അതൊക്കെ മാറ്റിവെക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ മിഷ്യൻ്റെ അകത്ത്, ഈ കാണുന്ന 67 കിലോ തൂക്കമുള്ള ഈ മിഷ്യനകത്ത് അത് ഉളവായി വരും. അതുണ്ടാക്കാം. ഈ 67 കിലോ തൂക്കമുള്ള ഈ മിഷ്യനകത്ത്, ഇതൊന്നും ഇല്ലാത്ത അല്ല, ഇത്തിരി ഡാമേജ് ആയ ഈ മിഷ്യനകത്ത് അത് ഉളവായി വരും. സകല അല്ലെങ്കിൽ സകല ജീവജാലങ്ങൾ, പട്ടി, പൂച്ച, കോഴി, താറാവ് എന്ന് പറയുന്ന സകല ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം. അതുകൊണ്ടാണല്ലോ പട്ടീനെ ഒക്കത്തും കുട്ടിയത്തെ കൈയും പിടിച്ചിട്ട് വരുന്നതല്ലേ. ഓക്കെ, എന്ത് പാകട്ടെ, ഇതൊക്കെ ശരി തന്നെയാ. പക്ഷേ നമുക്ക് ഈ സ്നേഹമെല്ലാം ഒരിക്കൽ അസ്തമിച്ചു പോകും. ഈ സ്നേഹമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് കാരണം ഇത് സുഖേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉളവാകുന്ന സ്നേഹമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കതല്ല ആവശ്യം. ദൈവം ക്രിസ്തുവിൽ സ്നേഹിച്ച അഗാപ്പെ സ്നേഹമുണ്ട്. അത് നമ്മൾ ഉളവായി വരണം. പറ്റുമോ? വരത്തില്ല. അതെങ്ങനെ വരാനാ? ഈ മിഷനകത്ത് അത് ഉളവാകില്ലെന്നേ. പിന്നെ എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നത്? ആ അഗാപ്പെ സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു എൻ്റെ ഹൃദയങ്ങളിൽ വന്ന് ജീവിക്കുമ്പോൾ അവനിൽ നിന്ന് എന്നിലേക്ക് ഒഴുകി വരുന്നതാണത്. ക്രിസ്തുവിനെ എൻ്റെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, വാഴുവാൻ ഞാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ആരെ എങ്ങനെ സ്നേഹിക്കും സഹോദരങ്ങളെ? ഞാൻ എങ്ങനെ വിശുദ്ധിയിൽ വളരും? പരിശുദ്ധനായവൻ എൻ്റെ ഹൃദയങ്ങളിൽ വാഴുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ വിശുദ്ധിയിൽ വളരാൻ കഴിയും? ഇത് അവനിൽ നിന്ന് എന്നിലേക്ക് ഒഴുകുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദുരുപദേശങ്ങളിൽ ഒരു ഉപദേശമാണ്
ശ്രദ്ധിക്കണം നിങ്ങൾ. അതും കൂടി പറഞ്ഞേക്കാം, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കൊണ്ട് പറയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദുരുപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് മോശയുടെ മേൽ നിന്ന് എന്തുവാകട്ടെ, ആത്മാവിനെയോ കൃപാവരങ്ങൾ എന്തുവാകട്ടെ മറ്റുള്ളവർക്ക് പകരപ്പെടുന്നു എന്നൊരു. അതുകൊണ്ട് ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ മേൽ നിന്ന് ദൈവജീവനും കൃപാവരങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് വീഴുമെന്നാണ്, പകരുമെന്നാണ്, ഇമ്പാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് ദുരുപദേശം ലോകത്തിൽ കിടക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. കാരണം എന്നിൽ നിന്നാണ് അത് ഇമ്പാർട്ട് ചെയ്യുന്നെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഗുണമല്ല കുണം, അത് നല്ല വാക്ക്. ഇത് കൂട്ടി പറഞ്ഞതാണ് ഞാൻ. എൻ്റെ തനി സ്വഭാവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇത് അങ്ങനെയൊന്നും അല്ല ക്രിസ്തു ജീവിതം. ഞാൻ വിഷമൊന്നുമില്ല എന്നോടാരും ഇല്ല. തുടക്കത്തിൽ തന്നെ ഈ 2024 തുടക്കത്തിലേ ഇത് പറഞ്ഞാൽ ഒടുക്കം നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു നോക്കി. മോശ ക്രിസ്തുവിൻ്റെ നിഴലാണ്, യോശുവ പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നത്. ആ മോശ ക്രിസ്തുവിൻ്റെ നിഴലാണ്. ആ ക്രിസ്തു എന്നിനകത്ത് വരുമ്പോൾ അവനിൽ നിന്നാണ് എന്നിലേക്ക് പകരപ്പെടുന്നത് കൃപാവരങ്ങൾ, അഭിഷേകം, ശക്തി, അഗാപ്പേ സ്നേഹം, അവൻ്റെ സൗമ്യത, താഴ്മ. നമുക്കുണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ? ഇത് ക്രിസ്തുവിന്റെ സ്വരൂപമാണ്. ഹലോ, പറഞ്ഞ് മനസ്സിലാവുന്നു? അല്ലാതെ മോശയിൽ നിന്ന് പകരപ്പെടുന്ന പോലെ ദൈവദാസന്മാരിൽ നിന്ന് പകരപ്പെടാൻ പോയാൽ നിങ്ങൾക്ക് അമ്പേ പരാജയപ്പെട്ടു പോകട്ടോ. പല ഗുണങ്ങളാക്കി കിട്ടും, നമുക്ക് കിട്ടും. അങ്ങനെയല്ല. മോശ ക്രിസ്തുവിന് നിഴലാണ്, യോശുവ പരിശുദ്ധാത്മാവിന് നിഴലാണ്. അതെന്താണെന്നൊക്കെ പിന്നീട് നമുക്ക് ഒരു നാളെ പഠിക്കാം. നമ്മുടെ സമയമൊക്കെ മുന്നോട്ട് ഒരുപാട് പോയി. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? നമുക്ക് കഴിഞ്ഞ നാളുകളേറെയായി നമ്മൾ കൊറോണേഷൻ്റെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകളടക്കം പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടച്ചോട്ടെ, എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ക്രിസ്തുവിൻ്റെ വചനം കേൾക്കേണ്ടതിന് അവൻ്റെ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന തേജസ്സേറിയ ആ മാറ്റമില്ലാത്ത വചനം എൻ്റെ ഹൃദയത്തിൽ അതേ തേജസ്സോടെ പ്രതിഫലിക്കേണ്ടതിന്, കർത്താവേ എന്നെ ആള് മാറിയവനെ പോലെയാക്കി മാറ്റേണ്ടതിന്, കർത്താവ് ഇന്നലെ വരെ കണ്ടവർ ഇവനെ എന്തോ വ്യത്യാസമുണ്ടെന്ന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുമ്പോൾ അനേകർക്ക് മനസ്സിലാകേണ്ടതിന്, കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ നിന്റെ വാക്കുകൾ അവനെ യേശുവിനെ കൂടെ ജീവിച്ചു എന്നത് ഉളവാക്കുന്നു, തെളിയിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കുവാൻ ഈ നാളുകളിൽ എൻ്റെ പഴയ മനുഷ്യനല്ല, ക്രിസ്തുവിൻ്റെ പുതു മനുഷ്യനാൽ ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുവാൻ ഇത് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇത് പകൽക്കാലവും ഞങ്ങൾ വീണ്ടും അങ്ങയുടെ മുമ്പിൽ കർത്താവെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സ്ഥിരമായ ചിട്ടയുള്ള അടിസ്ഥാനമിട്ടൊരു വചന പഠനം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവെ, അടിസ്ഥാനമിട്ട് പണിതു വരുവാൻ, ക്രിസ്തു എന്ന പാറയും മേലിട്ട് പണിതു വരുവാൻ ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ആ യഥാർത്ഥമായ അങ്ങയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഹിതമറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അതിന് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം അത് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനും ഞങ്ങളെ തന്നെ ജീവിതം മാറ്റിമറിക്കുവാനും സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കുവാനും അനേകാത്മാക്കൾ നേടുവാനൊക്കെ സ്വർഗം സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വീണ്ടും കീഴ്പ്പെടുകയാണ്. അങ്ങ് ഈ നിമിഷം മുതൽ സകല ഹൃദയങ്ങളോടും സംസാരിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു വട്ടം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ നാളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈ കൊറോണേഷൻ എൻ്റെ കിരീടം നൽകേണ്ട ദിവസം അല്ലേ? സന്തോഷമാണോ ഇല്ലയോ? ഇത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തമാ സഹോദരങ്ങളെ. ഇതൊക്കെ അകത്ത് കയറിയില്ല ജഡം പുറത്തു പോകത്തുള്ളൂ. ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് ഞാൻ വിളിച്ചോട്ടെ, ചീത്ത വിളിക്കല്ല, രാജാക്കന്മാരെ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചതാ. 5-6 പേരൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആവട്ടെ. നമുക്കിത് കേൾക്കാത്തതുകൊണ്ടോ? നമുക്ക് അനുഗ്രഹം അങ്ങനെയൊക്കെ വാക്കുകൾ കേട്ടതുകൊണ്ടോ? നമുക്ക് ദൈവം നമ്മളെ വിളിച്ചത് രാജാക്കന്മാരാകാൻ വേണ്ടിയാ. അതിന് പഠിക്കേണ്ടത് നമുക്ക്, അതിന് ജയിക്കേണ്ടത് നമുക്ക്. അതിനുവേണ്ടി കർത്താവ് വിശ്വസ്തൻ, ആ വാക്ക് മാറത്തില്ല. അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. അവനോടുകൂടെ 1000 വർഷം ഈ ഭൂമിയെ വാഴുക മാത്രമല്ല, അതിനുശേഷം ഭൂമി കത്തിപ്പോയ ശേഷം നിത്യമായ ഭൂമിയിൽ അത് അനന്തമായ ജീവിതത്തിലേക്ക് നമ്മളെ കടത്തി അവൻ നിത്യരാജാക്കന്മാരായിരിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ആ മനോഹരമായ വാഗ്ദത്തങ്ങൾ അകത്ത് കയറിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്തൊക്കെയോ ഓക്കെ, കഥ നിങ്ങൾ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ. ഹല്ലേലൂയ.
ഞാൻ ഈ വാക്യം പിന്നീട് നിങ്ങൾ സംസാരിക്കും, കാരണം ഇനി ഒരുപാട് ഇത് ദീർഘിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ വാക്യത്തെക്കുറിച്ച് വരുന്ന ആളുകൾ ഞാൻ പിന്നീട് എപ്പോഴും സംസാരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും, വാക്യം ശ്രദ്ധിച്ചത് നിങ്ങൾ, ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഇത് ആഴമായി പഠിക്കേണ്ട ചിന്താവിഷയമാണ്. ഒരു കാലസമ്പൂർണതയിൽ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? അതിനൊടുവിൽ എന്ത് സംഭവിക്കും? സ്വർഗവും, നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ വഴക്ക് പറഞ്ഞതല്ല, ആരെയും വഴക്ക് പറഞ്ഞതല്ല, നന്മക്ക് വേണ്ടി പറഞ്ഞത് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും ഒന്നിക്കാൻ പോകുന്നു. എപ്പോഴാണ് ഒന്നിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായ ക്ലാസ്സാണ്, ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് എടുത്തോളാം. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല, നമുക്ക് വിട്ടുപോകുകയാണ്. എപ്പോഴത് സംഭവിക്കാൻ പോകുന്നത്? പിന്നെയും. അപ്പോൾ പണ്ട് സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. മലയാളം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ പറയുന്നത് സ്വർഗവും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു കാലസമ്പൂർണ്ണ വ്യവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പണ്ട് സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. ദൈവവും മനുഷ്യനും ഒരുമിച്ച് ജീവിച്ചിരുന്നു. ദൈവഹിതം മനുഷ്യരുടെ ഭൂമിയിൽ നടന്നിരുന്നു അല്ലേ? ദൈവജീവനിൽ മനുഷ്യൻ നടന്നിരുന്നു. എന്തുമാകട്ടെ, സ്വർഗവും ഭൂമിയും പണ്ട് ഒന്നായിരുന്നു. എപ്പോഴായിരുന്നു അത്? പടം കണ്ടാ അറിയാതെങ്കിൽ അല്ലേ? അത് എവിടെയാ? ഏദൻ തോട്ടത്തിലായിരുന്നു അല്ലേ? ദൈവം മനുഷ്യനെ എവിടെയാ സൃഷ്ടിച്ചത്? എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലെ പൊടിയെടുത്തിട്ടാണ്. 92ഓളം എലമെന്റ്സ് അല്ലേ? അതിൽ 18ഓളം മെയിൻ എലമെന്റ്സ് ഉള്ള ആ എലമെന്റ്സ് കൊണ്ട് മനുഷ്യന്റെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഈ ഭൂമിയിലെ പൊടി കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചത് അല്ലേ? എന്നാൽ മനുഷ്യനെ ജീവിക്കുവാൻ വെച്ചത് എവിടെയാ? നിങ്ങൾ എന്നോട് പ്രതികരിക്കട്ടെ, ഇത്രയും എനിക്ക് വളരെ സങ്കടമുണ്ട് എനിക്കത്. ഓക്കെ, ദൈവം മനുഷ്യനെ ജീവിക്കുവാൻ വെച്ചത് ഏദൻ തോട്ടത്തിലായിരുന്നു. അവിടെയാണ് മനുഷ്യനോടുകൂടെ ദൈവം വാഴുവാൻ വന്നത്. ആണോ ഇല്ലയോ? അതെ, അവിടെയാണ് സ്വർഗവും ഭൂമിയും ഒന്നിച്ചിരുന്നത്. അവിടെയാണ് ദൈവഹിതം മനുഷ്യനെ അറിയിച്ച് മനുഷ്യൻ ഭൂമിയിൽ ദൈവഹിതം പൂർത്തിയാക്കിയത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എടുക്കേണ്ട ഒരു മനോഹരമായ വേറൊരു ക്ലാസ്സാ. ഉൽപ്പത്തി 1:26, 27, 28 പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറവകളുടെ മേൽ, ഇഴജാതികളുടെ മേൽ, മൃഗങ്ങളുടെ മേൽ അല്ലേ, മരങ്ങളുടെ മേലൊക്കെ വാഴുവാൻ അഞ്ച് കിങ്ഡത്തിന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറയുന്ന ഒരു 5 രാജ്യത്തിൻ്റെ മേൽ വാഴുവാനാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചത്, ഏദനിലാക്കി വെച്ചത്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് എടുത്തോളാം. അതിനെക്കുറിച്ച് നോക്കിയേ, 5 കിങ്ഡത്തിന്റെ മേൽ വാഴുവാൻ, ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്ന് പറയുന്നത് നീണ്ടു കിടക്കുകയാണ്. അതുമേൽ വാഴുവാൻ ദൈവം മനുഷ്യനാക്കി വെച്ചു. എവിടെയാക്കി വെച്ചു? ഏദൻ തോട്ടത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ മനുഷ്യനെ 6ാമത്തെ കിങ്ഡത്തിൽ ഇരുത്തിയിട്ട് 7th കിങ്ഡമായ ദൈവരാജ്യം മനുഷ്യനെ ഭരിക്കുന്നു, മനുഷ്യൻ ഭൂമിയെ ഭരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് സിസ്റ്റം. ഇതാണ് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. വീണ്ടും ക്രിസ്തുവിൽ പിന്നെയും, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാൻ ഈ പഴമായി ഒന്നും എടുക്കുന്നില്ല. ക്രിസ്തുവിൽ പിന്നെയും സ്വർഗവും ഭൂമിയും ഒന്നിക്കാൻ പോകുന്നു. ദൈവം മനുഷ്യനെ ഭരിക്കാൻ പോകുന്നു, മനുഷ്യൻ ഭൂമിയെ ഭരിക്കാൻ പോകുന്നു. സിസ്റ്റം മനസ്സിലായിപ്പോ? ഒറ്റമാക്കി പറഞ്ഞു വിടുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബൈബിൾ ക്ലാസ് ആഴമായി എടുക്കും നമ്മളതിനെ. അപ്പോൾ ഇതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം ഇതായിരുന്നു. പക്ഷേ മനുഷ്യൻ ദൈവഹിതത്തിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ അവന് ആകെ അവൻ്റെ ഓർഡറിലൊക്കെ തിരിഞ്ഞുപോയി. ഹല്ലേലൂയ. അവൻ 6ാമത്തെ കിങ്ഡത്തിൽ നിന്ന് 7th കിങ്ഡമായ ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ വാഴേണ്ടത് പകരം അവൻ്റെ സിംഹാസനം അവൻ സാത്താന് കൈമാറി. ഹല്ലേലൂയ. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ ഇപ്പം ഇത്രയും മാത്രം പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കാലസമ്പൂർണതയിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതെന്താണെന്നറിയാമോ? സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക. പിന്നെയും അപ്പോൾ അത് മടങ്ങി വരാൻ പോകുകയാണ്. അത് ദൈവഹിതം മടങ്ങി വരാൻ പോകുന്നു. അതാരൊക്കെ എതിർത്താലും അല്ലെ കൂടെ നിന്നാലും ദൈവം അത് സ്ഥാപിച്ചെടുക്കും. ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു വിടുകയാണ്. ആ ദൈവഹിതത്തിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഭൂമിയെ വാഴുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവം മനുഷ്യനെ വാഴുവാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യൻ ഭൂമിയെ വാഴുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സിസ്റ്റം. ഇതിൽ തെറ്റിപ്പോയി ഇന്ന് കാണുന്നതൊന്നും അല്ല ബൈബിൾ പഠിപ്പിക്കുന്ന ചിന്തകൾ, അല്ലേ? അപ്പൊ എന്തുമാകട്ടെ, ദൈവം സ്വർഗം മനുഷ്യനെ വാഴുന്നു, മനുഷ്യൻ ഭൂമിയെ വാഴുന്നു. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഭൂമിയെ മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഒരിക്കൽ പോലും ദൈവത്തിന് ഭൂമിക്കകത്ത് ചെയ്യാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് തന്നിരിക്കുക ദൈവം. ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഓക്കെ, കഥാ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ എന്തുമാകട്ടെ, ഇത്രയും കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ സിസ്റ്റം. ഇതിൽ നിന്ന് മനുഷ്യൻ വേർതിരിച്ചു പോയപ്പോൾ വീണ്ടും അതിലേക്ക് ദൈവം മടങ്ങിക്കൊണ്ടുവരികയാണ്. സ്വർഗം മനുഷ്യനെ വാഴുന്നു, മനുഷ്യൻ ഭൂമിയെ വാഴുന്നു. ഈ സിസ്റ്റത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ് ദൈവം കാൽവരി ക്രൂശിൽ തന്റെ പുത്രനെ തകർത്തുകയും അതിലൂടെ ഒരു സഭയെ പണിതെടുത്തതും സഭയെ വാർത്തെടുത്തതും അതിനു വേണ്ടിയാണ്. സഭയുടെ മെയിൻ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാ ഇത് എന്നറിയാമോ? ഈ സിസ്റ്റം മടങ്ങി വരികയാണ്. ഏതാ? ദൈവം മനുഷ്യനെ ഭരിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം ശ്രദ്ധിച്ചേ. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എൻ്റെ രാജഭരണം, അല്ലേ? എൻ്റെ കിരീടധാരണ ദിവസം, അല്ലേ? ആണല്ലോ. അതിലേക്ക് ഞാൻ മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിന്ന് വാഴുവാൻ കഴിയത്തില്ല. ഒരു ഈച്ചനെ പോലും ആട്ടിവിടാൻ നമുക്ക് കഴിയത്തില്ല. വാട്ടിവിട്ടാൽ തിരിച്ച മടങ്ങി വരും. നമുക്കറിയാം. എന്ന് വേണ്ടുന്നില്ല നിങ്ങൾ എന്തൊക്കെയോ സങ്കടങ്ങൾ ദുഃഖങ്ങളാക്കി. അപ്പം എന്തുവാകട്ടെ, ഞാൻ വിടുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു സിസ്റ്റം മടങ്ങി വരാൻ വേണ്ടിയാണ്. അതാണ് കാലസമ്പൂർണതയിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആണല്ലോ. അതാണ് ഈ ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു ഭൂമിയിൽ. അപ്പോൾ അവിടെ മുതലേ കാലസമ്പൂർണത ആരംഭിച്ചിരിക്കുകയാണ്. അത് നടന്നുകൊണ്ട് അത് 1000 ആണ്ടിന്റെ ഒടുക്കം വരെ അത് നടന്നുകൊണ്ടിരിക്കുക. അതാണ് 1000 ആണ്ട് വരെ കാലസമ്പൂർണതയാണത്. അവിടെ ഈ സിസ്റ്റം നടപ്പിലാക്കുകയാ. ഏതാ സിസ്റ്റം? ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് എവിടെയാക്കി വെച്ചോ അവിടെ ദൈവം ആഗ്രഹിച്ചത്. ദൈവം മനുഷ്യനെ ഭരിക്കുന്നു, മനുഷ്യൻ ഭൂമിയെ ഭരിക്കുന്നു. ഞാൻ ആ വാക്യം വായിപ്പിക്കാൻ സമയമാകാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആഴമായി വേറെ ക്ലാസ് ഉണ്ട്. 7 കിങ്ഡംസ്, 7 രാജ്യങ്ങളെക്കുറിച്ച്, 7 രാജ്യത്വങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. എന്നുമാകട്ടെ, ഞാൻ വിടുകയാണ്. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ആഗ്രഹിച്ചു നിന്ന് മനുഷ്യൻ പാപം ചെയ്ത് പുറത്തു പോയെങ്കിലും ദൈവം അബ്രഹാമിലൂടെ ഒരു ജനതയെ വാർത്തെടുത്തിട്ട് അവർക്ക് ദൈവം ഒരു സിംഹാസനം കൊടുത്തു. അറിയാലോ അല്ലേ? അബ്രഹാമിലൂടെ ഒരു ജനതയെ ഉണ്ടാക്കി അവസാനം ശൗൽ രാജാവിന് കൊടുത്തു. ശൗൽ രാജാവ് കൈമാറി ദാവീദിന് വന്നു. അത് തുടർന്ന് ശലോമോൻ രാജാവിന് കൈമാറി. പക്ഷേ നമുക്കറിയാം, ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദൈവം സ്ഥിരമായി ഒരു സിംഹാസനം ദാവീദിന് കൊടുത്തായിരുന്നു. ഒരു സ്ഥിരമായ സിംഹാസനം. ദാവീദിന് സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. എബ്രായർ 1:8 പറയുന്നു, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. അപ്പൊ കർത്താവ് ദാവീദിലൂടെ, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും ദാവീദിന്റെ മകനായ ക്രിസ്തു ഈ ദാവീദിനോട് പറഞ്ഞിരിക്കുക, നിന്റെ സിംഹാസനം നഷ്ടമാകത്തില്ല. ഇവിടെ പറയുന്നു ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 15-ാം വാക്യം പറയുന്നു, 13-ാം വാക്യം പറയുന്നു, ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വാക്യം 15 വായിക്കുമ്പോൾ, നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും എന്ന് ബൈബിൾ അടിവരയിട്ട് ദാവീദിനോട് പറഞ്ഞിരിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചിന്താവിഷയം രാജഭരണമാണല്ലേ. അപ്പോൾ എന്തുമാകട്ടെ, അപ്പോൾ ദൈവം ദാവീദിന് ഒരു ഉറപ്പ് കൊടുത്തു, നിന്റെ സിംഹാസനത്തിന് മാറ്റമുണ്ടാവത്തില്ല, അത് നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് ഉറച്ച സിംഹാസനമാണെന്ന് ഒട്ടനവധി വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ പോലും. ഞാൻ വിട്ടുപോകുകയാണ്. പക്ഷേ നമ്മുടെ തുടർന്നുള്ള വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സിംഹാസനം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം പറഞ്ഞു ഒരിക്കലും നഷ്ടമാകാത്തൊരു സിംഹാസനം ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ആ സിംഹാസനം നഷ്ടപ്പെട്ട് ജാതികൾക്ക് കൈമാറുന്നുവെന്ന് ആണല്ലോ. ബാബിലോണിന്റെ സാമ്രാജ്യത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ കാലഘട്ടം വരെ ദൈവം ഇസ്രായേൽ മക്കൾക്കാണ് ഭൂമിയെ വാഴുവാൻ അധികാരം കൊടുത്തത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളല്ലേ? എന്നാൽ പല ആവർത്തിച്ച് ഇപ്പോൾ നേരത്തെ കർത്തൃപേക്ഷ കേട്ട വചനം പോലെ തന്നെ അവർക്ക് എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്തത് കൊണ്ട് അവരുടെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് 10 ഗോത്രങ്ങൾ അശൂറിലേക്ക് പ്രവാസത്തിൽ പോയി. അവർ എന്നേക്കുമായി പ്രവാസത്തിലേക്ക് കടന്നുപോയി.
രണ്ട് ഗോത്രങ്ങളായ യഹൂദയും ബെന്യാമീനും അത് ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് അടിമകളായി വിറ്റുപോയി അവര്. ആ നിമിഷം മുതൽ ദൈവത്തിന്റെ സിംഹാസനം അല്ലെങ്കിൽ ദാവീദിന് കൊടുത്ത സിംഹാസനം കൈമാറി ജാതികൾക്ക് കൊടുത്തു. അത് അവിടെ മുതലാണ് ഇപ്പോൾ വരെ അത് ജാതികൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടവർക്ക് നല്ല വ്യക്തമായി അറിയാൻ കഴിയും. നമുക്കറിയാൻ കഴിയും യെഹോയാക്കീം എന്ന് പറയുന്ന തെക്കേ രാജാവിന്റെ കാലത്ത് ആ സമയത്താണ് ബാബിലോണിലേക്ക് അടിമകളാക്കി പോകുന്നത്. നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. അവിടെ മുതലാണ് യഥാർത്ഥമായി ദൈവത്തിന്റെ സിംഹാസനം സ്ഥിരമായി ദാവീദിന് കൊടുത്ത സിംഹാസനം നഷ്ടമാകാൻ തുടങ്ങുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ യെഹോയാഖീൻ 3 മാസം ഭരിച്ചു. പതിയെ വീണ്ടും അദ്ദേഹത്തിന്റെ മകൻ സിദ്ക്കിയാവ് 1 മാസം ഭരിച്ചു. അതോടുകൂടി പൂർണ്ണമായും ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. സ്ഥിരമായി എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സിംഹാസനം ഇവിടെ വചനം പറയുന്നു നഷ്ടപ്പെട്ടു പോയെന്ന്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാനതിലേക്ക് മടങ്ങി വരികയാണ്. നമുക്ക് കാണാൻ കഴിയും നിന്റെ സിംഹാസനം രാജ്യത്വ സിംഹാസനമായിരിക്കുന്നതൊക്കെ സങ്കീർത്തനക്കാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ലൂക്കോസ് 12:1-28 വായിക്കുമ്പോൾ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ സിംഹാസനം മടക്കി തരാൻ പോകുകയാണ്. അവൻ രാജാവായാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് രാജവാഴ്ചയുള്ളൂ. നമ്മുടെ അനുഗ്രഹങ്ങളിൽ, വാക്തത്വങ്ങളിൽ, അവകാശങ്ങളിൽ ഏറ്റവും ഉന്നതമായി ഒന്നാണത് ആക്കിയത്. ഓക്കെ, ഞാൻ വിട്ടുപോകുക. അപ്പോൾ ഓക്കെ, ഇവിടെ വിട്ടുപോകുകയാണ്. ഇത്രയും രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചാൽ യഹൂദ രാജാക്കന്മാരൊക്കെ ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചു യഹൂദയിലും യെരൂശലേമിലൊക്കെ ആയിട്ട്. അതിൽ നല്ല രാജാക്കന്മാരും ഉണ്ടായിരുന്നു, ചീത്ത രാജാക്കന്മാരും ഉണ്ടായിരുന്നു. അതൊക്കെ ഭരിച്ചെങ്കിലും സിംഹാസനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിംഹാസനം നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ മക്കൾ അടിമകളായി വിറ്റുപോയിരിക്കുകയാണ് ആണല്ലോ. എന്നാൽ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിലൂടെ, അതുകൊണ്ട് പലയിടത്തും പുതുനിയമത്തിൽ കാണാൻ കഴിയുന്നത് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ അല്ലേ. ദാവീദിന്റെ സിംഹാസനം ക്രിസ്തു, ദാവീദിന്റെ മകനായ ക്രിസ്തുവിലൂടെ അത് മടക്കിക്കൊണ്ടുവരികയാണ്. ക്ലിയറാണല്ലോ. എപ്പോഴാണ് ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്? എപ്പോഴാ? കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ ആഴ്ചകൾ പഠിച്ചതാ. എപ്പോഴാണ് ക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി? ക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നു? ഇല്ല, മടങ്ങി വന്നിട്ടില്ല. അത് 1000 ആണ്ടിൽ സംഭവിക്കാൻ പോകുകയാണത്. ഹല്ലേലൂയ. പക്ഷേ അവൻ അത് രാജ്യത്വം പ്രാപിച്ചാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും രാജാവാകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അത് എങ്ങനെ ലഭിക്കുമെന്ന ഒരു അല്പചിന്തയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അല്ലേ. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സിംഹാസനം നഷ്ടപ്പെട്ടു പോയ ഒരു രാജഭരണമാണ് ഇപ്പോൾ ദാവീദിനുള്ളത് അല്ലേ. ദാവീദിന് ഇപ്പോൾ സിംഹാസനമില്ല, നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ക്രിസ്തുവിലൂടെ അത് മടങ്ങി വരാൻ പോകുകയാണ്. ആണോ ഇല്ലയോ? യെസ്. ക്രിസ്തുവിലൂടെ ആ സിംഹാസനം മടക്കി പിടിക്കാൻ പോകുന്നു. വചനം പറയുന്നു അത് നിത്യരാജ്യത്വമായിരിക്കും, നിത്യസിംഹാസനമായിരിക്കും. അത് മനുഷ്യരെ കൊണ്ടാകത്തില്ല. ക്രിസ്തു എന്ന ദാവീദിന്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ അത് മടക്കിക്കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അത് 1000 ആണ്ടിൽ സംഭവിക്കുമെന്ന്, 7ാമത്തെ കാഹളമൂതുമ്പോൾ അത് സംഭവിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ എത്രയോ ആഴ്ചകൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 1000 ആണ്ടിൽ അത് സംഭവിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മെക്കുറിച്ചാണ്. നമ്മുടെ വിഷയത്തിലേക്ക് ഇപ്പോൾ മുതൽ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഹെഡിങ് എന്താ? എൻ്റെ അല്ലേ, മൈ കൊറോണേഷൻ ഡേ. ഇവിടെ മുതലാണ് എങ്ങനെ നമുക്ക് ഒരു രാജാവായി വാഴുവാൻ കഴിയും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കാൻ കഴിയും, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നേടേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാൻ ഇന്ന് മുതൽ സമയം കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ക്ലാസ്. അതിനു മുമ്പായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്നും ഇതിൻ്റെ യഥാർത്ഥമായ ആ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ അവകാശങ്ങളുടെ വലിപ്പം അറിയാൻ കഴിയത്തുള്ളൂ. ആണല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വിളിച്ച സഭയിലേക്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ അവനോട് ആദ്യം പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? സത്യത്തിൽ ഇന്ന് ഈ ആശ്വാസ വചനങ്ങൾ, സമാധാനത്തിന്റെ വചനങ്ങൾ, നമ്മുടെ പ്രശ്നപരിഹാരത്തിന്റെ വചനം കേട്ട് സത്യത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത് പോലും നമുക്ക് അനേകർക്കും അറിയത്തില്ല. ഞാൻ ആഗോളമായി പറയുക സത്യത്തിലെ ഇതാണ് ദൈവം നമ്മോട് പറഞ്ഞ ആദ്യത്തെ വചനം.
ഒന്നും മിണ്ടിയില്ലല്ലോ. ഓ, മനസ്സിലാവുന്നുണ്ട് നിനക്ക്? ദൈവം രക്ഷിക്കപ്പെട്ടവരോട് ആദ്യം പറഞ്ഞത് നീ നിന്റെ വതിരുകൾ വിസ്താരമാക്കാനല്ല പറഞ്ഞത്, അല്ലേ? ആ, ഇവിടെ വിഷയം സംഭവിച്ചു പോയത് നമ്മുടെ ഹൃദയത്തിൽ ലോകമോഹമായി ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ആ മോഹങ്ങൾ ഇരിക്കെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഹൃദയത്തിനകത്ത് എന്താ കിടക്കുന്നത്? ആ മോഹങ്ങളാ. അത് വ്യാപാരമാക്കി, ബിസിനസ്സാക്കി. ഇവിടെ പത്രോസല്ലേ പറയുന്നല്ലേ, അത് നമ്മളെ വ്യാപാരമാക്കി മാറ്റിക്കളഞ്ഞത്. കാരണം നമ്മുടെ മോഹങ്ങളെ വീണ്ടും മോഹിപ്പിച്ച് ആ മോഹങ്ങളിലേക്ക് നമ്മെ തെറ്റിച്ചു കളഞ്ഞു. നമ്മുടെ ആശകളൊക്കെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. നമ്മുടെ ആശ പ്രത്യാശ അങ്ങ് ഉയരങ്ങളിലേക്ക്, ആ ദൈവരായത്തിലേക്ക് ഉയരേണ്ടതിന് പകരം നമ്മുടെ ആശ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ ഈ മണ്ണിലേക്ക് വീണ്ടും കുഴിച്ചിട്ട് കളഞ്ഞു. അതാ പ്രശ്നമുണ്ടായത്. കർത്താവ് രക്ഷിക്കപ്പെട്ടവനോട് ആദ്യം പറഞ്ഞത്, മുമ്പേ ഫസ്റ്റ് അല്ലേ, ആദ്യം പറഞ്ഞത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. വരും ദിവസങ്ങളിൽ ദൈവരാജ്യവും സമ്പത്തും എന്ന ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. പേടിക്കണ്ട, 6-ാം അധ്യായം മുഴുവൻ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് അത് മാറിക്കിട്ടും. നമുക്ക് കർത്താവ് രക്ഷിക്കപ്പെട്ടവരോട് പറയുക, ആദ്യം അവന്റെ രാജ്യവും. പോരട്ടെ സഹോദരങ്ങൾ, നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നില്ല. ഞാൻ വചനം സംസാരിക്കും, നിങ്ങൾ വചനത്തോടെങ്കിലും പ്രതികരിക്കും. നിങ്ങൾ എന്നോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. വചനത്തോടെങ്കിലും നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുക. കാരണം നമ്മളൊരു ഇവിടെ വായിക്കുന്ന വചനം ഒരു ആമീൻ പറയുമ്പോൾ സ്വർഗം നിങ്ങൾക്കത് അപ്രൂവ് ചെയ്യുകയാണ്. നിങ്ങൾ ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങൾ ക്ലിയർ ആണോ? ഞാൻ ആര് പറഞ്ഞാലും, ഒരു കുഞ്ഞ് പറഞ്ഞാലും വചനത്തിൽ നിന്നാണെങ്കിൽ ആമീൻ പറയുമ്പോൾ ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ആരും ഒരു കുഞ്ഞു വചനം പറഞ്ഞാലും ആമേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തുള്ള ആഗ്രഹം വചനത്തിനോടാണെന്ന് സ്വർഗം അംഗീകരിക്കുകയും ആ വചനത്തിനകത്തുള്ള ജീവനെയും ആത്മാവിനെയും നമുക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് കർത്താവ് രക്ഷിക്കപ്പെട്ടവരോട് ആദ്യം പറഞ്ഞത് അവന്റെ രാജ്യവും നീതിയും. ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായി ഇത് പോകുന്നില്ല, വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. നമ്മൾ അന്വേഷിക്കാനാണ് പറഞ്ഞത്. കാരണം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും അതിനകത്താണ്. എവിടെയാ വെച്ചിരിക്കുന്നത്? ദൈവം പഴയ ഇസ്ലാം മക്കള് എവിടെ ജനിച്ചെന്നറിയാമോ? അവർ ഈ ലോകത്ത് ജീവിച്ച, കാരണം അവർക്ക് അവരുടെ ആത്മാവ് മരിച്ചിരിക്കുക, അല്ലേ? ആണോ അല്ലേ? ഉൽപ്പത്തി 2:17 പാപം ചെയ്ത് ദൈവമായി ബന്ധം വിട്ടുപോയി ആത്മാവിൽ മരിച്ചുപോയ മക്കൾ അവിടെയുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുന്നത്. നമ്മുടെ ആത്മാവ് വീണ്ടും പുനർജനിക്കുന്നത്. ആണോ ഇല്ലയോ? ഇപ്പോൾ നമ്മൾ പുതുമനുഷ്യനാ, ആത്മമണ്ഡലങ്ങളിൽ ജനിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവർ അങ്ങനെയുള്ളവരാ. നമ്മൾ ഇന്നും ആ പഴയ സിസ്റ്റം നമ്മളകത്തിരിക്കുക. ദാസത്വത്തിന്റെ ആത്മാവിരിക്കുന്നവരുടെ പ്രശ്നം നമ്മൾ ദൈവരാജ്യത്തിൽ കാണാൻ കഴിയാത്ത ദൈവം ഭരിക്കുന്ന ആ രാജ്യത്തിനകത്ത ദൈവം നമ്മൾ എന്നെയും നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് പോലും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും ജനനം പോലും, വീണ്ടും ജനനം പോലും സംഭവിച്ചത് എവിടെന്നറിയാമോ? ഈ ലോകത്തിലല്ലെന്നേ. ഈ ലോകത്തിലാണ് നമ്മുടെ ജനനമെങ്കിൽ നമ്മൾ തോറ്റുപോകും. കാരണം ഈ ലോകത്തിലെ പ്രഭു വേറൊരുത്തനാ. അവൻ ശക്തൻ തന്നെയാ. അവൻ അശക്തനൊന്നുമല്ല, അവൻ ശക്തനാ. നമ്മളാണ് അശക്തർ. വചനം പറയുന്നു, ശക്തരെ തകർക്കുവാൻ അശക്തരായ നമ്മളെ വിളിച്ചിരിക്കുക. അതാ സിസ്റ്റം. ഉണ്ടോ നിങ്ങളെയൊക്കെ? അപ്പൊ എന്തുമാകട്ടെ, ദൈവം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എടുക്കും. ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്, രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എവിടെയെന്നറിയാമോ? ദൈവരാജ്യത്തിനകത്താ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മുമ്പേ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞത്. ക്ലിയർ ആണോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ദൈവം ആദ്യം അവന്റെ രാജ്യവും നീതിയും മുമ്പേ അന്വേഷിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞേ? തിരിച്ചു മറിച്ചിട്ട് ഞാൻ ചോദിക്കുക, എനിക്ക് ഉത്തരം കിട്ടണം. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ കർത്താവിന് പറയാം, നീ ആവർത്തന പുസ്തകം പഠിക്ക്, നിന്നെ വാലല്ല തലയാക്കും എലിയല്ല പുലിയാക്കും എന്ന് കർത്താവ് പറഞ്ഞാൽ പോരായിരുന്നോ? കർത്താവിന്? കർത്താവ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത്? നീ എന്നെ 28-ാം അധ്യായം ആവർത്തന 28-ാം അധ്യായത്തിൽ നീ എൻ്റെ വചനങ്ങൾ എന്താ പറയുക കറക്റ്റായിട്ട് പാലിച്ചാൽ ഞാൻ നിന്നെ അങ്ങനെയാക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ കർത്താവിന്. പിന്നെ അത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്.
മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്? കാരണം എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചിരിക്കുന്നത് പോലും ആ ദൈവരാജ്യത്തിനകത്താ. ഗ്രഹിച്ചോ നിങ്ങൾ? ഇന്നെങ്കിൽ ജീവിതത്തിന് മാറ്റം വരട്ടെ, നമ്മുടെ ആത്മമണ്ഡലം പൊട്ടിപ്പൊളിയട്ടെ, സത്യമകത്ത് കയറട്ടെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളെയും എന്നെയും നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് പോലും ദൈവരാജ്യത്തിനകത്താണ്. ഹല്ലേലൂയ. അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്, ഈ ലോകത്തിൽ കാണുന്ന സിസ്റ്റം അല്ലത്, അല്ലേ? ഇവിടെ നമുക്ക് വെട്ടടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം, കൈക്ക് കൈന്ന്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്നൊക്കെ പറയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ ദൈവരാജ്യത്തെ നിയമം അതല്ല. ഇവിടെ അടിച്ചാൽ ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്, ഇത് ചോദിച്ചാൽ ബെനിനെയും കൂടി ഊരി കൊടുക്കാനാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു മാത്രം പേടിക്കണ്ട, അല്ലേ? അല്ലേ? സിസ്റ്റം അതാണ്. വായ്പ കൊടുത്താൽ അത് പോയെന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടി വരും നമ്മൾ. ദൈവരാജ്യത്തെ നിയമങ്ങൾ അമ്പേ വ്യത്യാസമാണ്. മത്തായി 5, 6, 7 ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ വിടുകയാണ്. അപ്പൊ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞതിന് കാരണം എന്നറിയാമോ? നമ്മൾ ജനിച്ചിരിക്കുന്നത് പോലും ദൈവരാജ്യത്തിനകത്താ. ഇനി നമ്മുടെ പഴയ സാധനം ഇവിടെയുണ്ട്. പഴയ മനുഷ്യൻ, ആദാമിന്റെ സന്തതി, അതിവിടെ കിടക്കത്തെ ഈ ഇളംകുളത്ത് കിടക്കുക. ഇവിടെ അതിന് ചിലതൊക്കെ ആവശ്യമാണ്. രാവിലെ ഒരു കുറ്റിപ്പുട്ടും കടലക്കറി, ഉച്ചക്ക് അരക്കിലരിയുടെ ചോറും മീൻ വറുത്തതും മീൻകറി, അല്ലേ? വൈകിട്ട് ഇപ്പൊ പിന്നെ കോട്സ് മതി, അല്ലേ? എന്തുവാകട്ടെ, അത് ഇതിന് ആവശ്യമാണ്. പക്ഷേ ഇത് നശിക്കേണ്ടതാ. പഴയത് കഴിഞ്ഞു പോയി, എല്ലാം പുതുതാക്കുന്നു. പഴയ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമയുള്ള മേൽക്കുമേൽ വർദ്ധിക്കുവാൻ കർത്താവ് വിളിച്ചിരിക്കുകയാ. എന്നാൽ ഇതിന് പഴയത് ആവശ്യമാണല്ലേ? ആണല്ലോ. അതുകൊണ്ട് കർത്താവ് പറയുക, കുറേ കാര്യങ്ങൾ 6-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ഇത് അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ നിങ്ങളുടെ പുറകെ വരും എന്ന്. ഞാൻ ഇതൊന്ന് ഒറ്റവാക്കി പറഞ്ഞു വിടാൻ നോക്കിയതാണ്, പക്ഷെ ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് നമുക്ക് പുറകെ വരാത്തത് കൊണ്ട് നമ്മളത് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ തെറ്റിപ്പോയി, പിരിഞ്ഞുപോയി. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? മറ്റത് പുറകെ വരണം. ഇന്ന് നമ്മുടെ ലോക നന്മകളെ പുറകെ വെച്ചാൽ മതി. പുറകെ വെക്കേണ്ടതിന് പകരം മുമ്പിൽ വെക്കുമ്പോൾ അതിന്റെ മഹത്വം, അതിന്റെ തേജസ്സും കണ്ട് നമ്മൾ മയങ്ങി വീണിരിക്കുക നമ്മൾ. ഹല്ലേലൂയ. ഇതിനൊരു സത്യം പറയാം, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു ദൈവവൈദ്യകൾക്കും ഈ ആയുസ്സിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. വേറെ ആര് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവന്റെ രാജ്യവും നീതിയും ഈ ആയുസ്സിൽ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിനും ഒന്നിനും കുറവുണ്ടാകത്തില്ല. ഇനി കഴിഞ്ഞില്ല വരാൻ പോകുന്നു. ഇനി കുറവുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുവാൻ, നിങ്ങളെ ആ പരീക്ഷകളിൽ നിങ്ങളെ തികഞ്ഞനാക്കുവാൻ, നിങ്ങളുടെ സഹിഷ്ണുതയെ വെളിവാക്കുവാൻ, നിങ്ങളുടെ പ്രത്യാശയെ ഉറപ്പിക്കുവാൻ അവൻ നിങ്ങളെ അനുവദിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പം ബാലൻസ് ആയോ? ചില സമയങ്ങളിൽ നമുക്ക് ചിലതൊക്കെ എടുത്തു കളയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളും പട്ടിണിക്ക് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളും ഒട്ടനവധി സമയം ഞങ്ങളുടെയൊക്കെ ചില സമയം ഞങ്ങളുടെയൊക്കെ അതുപോലെ ദൈവം കാച്ചിക്കുറുക്കിയെടുത്ത് വണ്ടിയൊക്കെ വിറ്റ്, ഇന്നോവയൊക്കെ വിറ്റ് അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. എല്ലാം പുറത്തുണ്ട്, പക്ഷെ കയ്യിലേക്ക് കിട്ടുന്നില്ല. ഊണിന് വേണ്ടി വരും. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ അങ്ങനെ ആക്കുന്നത്, പേടിക്കേണ്ട സഹോദരങ്ങളെ, അവൻ്റെ സഹിഷ്ണുതയും അവൻ്റെ പ്രത്യാശയൊക്കെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ നിൽക്കാൻ കാരണം. ഒട്ടനവധി ശോധനയുടെ തീയിൽ കൂടി കടത്തിവിട്ട് ഈ മാറ്റൊക്കെ ഇല്ല, എന്താ പറയുക അല്ലേ, സ്വർണ്ണത്തിൻ്റെ മാറ്റ് അതിനെ ഉടച്ചിട്ട് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം പുറകെ വരുമെന്ന് പറയുമ്പോൾ എല്ലാം പുറകെ ഉണ്ട് നമ്മുടെ കൂടെ. അത് ഞാൻ പിന്നീട് ആഴമായി പഠിത്തോളം അതിനെക്കുറിച്ച് എടുത്തോളാം. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ ജനിച്ചത് കൊണ്ടാണ് അവിടെ ജനിച്ച് അവിടെ വളരുന്നവർക്ക് മാത്രമേ ആ ദൈവരാജ്യത്തിൽ രാജാക്കന്മാരായി വാഴുവാൻ അധികാരമുള്ളൂ. ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ചത് ഇതിനെ കുറിച്ച് കുറച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവരാജ്യത്തിൽ ജനിച്ച് ആ ദൈവരാജ്യത്തിലെ നീതിയിൽ, ലോ ആൻഡ് ഓർഡർ, നീതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതല്ല. ക്രിസ്തുവിൽ നമുക്കൊരു നീതി ലഭിച്ചു. നമ്മുടെ പാപങ്ങളെ നമുക്ക് പകരക്കാരായി ക്രിസ്തു മരിച്ച ആ ദൈവനീതിയുണ്ട്. ഞാൻ അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലോ ആൻഡ് ഓർഡർ. ഇന്ത്യക്കകത്ത് ജീവിക്കണമെങ്കിൽ വക്കീൽമാരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് ഞാൻ പറയണം, എനിക്ക് ശരിയാവത്തില്ല, അല്ലേ? ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അല്ലേ? ആ ലോ ആൻഡ് ഓർഡർ പഠിക്കണം നമ്മൾ.
അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ ജീവിക്കാൻ പോകുന്നു, വാഴാൻ പോകുന്നു അതിനകത്താണ്. ഒന്നും മനസ്സിലാവുന്ന സന്തോഷമാണോ ഇല്ലയോ? വെറുതെ പറയരുത്, സന്തോഷമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ദൈവം നമ്മളെ വിളിച്ചത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ വേണ്ടിയാണ്. അന്വേഷിക്കുക, നമ്മൾ അന്വേഷിക്കുക. എവിടെ എങ്ങനെ അന്വേഷിക്കുന്നത്? ഹൃദയം കൊണ്ട് ആണല്ലോ. ഓക്കെ, എന്തോ ആവട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു പോകാം. ഒരു രാജ്യത്തിനകത്ത് ഒരു രാജാവ്, ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം ദൈവരാജ്യമാണ്, അവിടുത്തെ രാജാവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്വമാണ്. എന്നാലും ഒരു വാക്കി പറഞ്ഞു പോകുക, ഒരു രാജ്യത്തിനകത്ത് ഒരു രാജാവുണ്ട്, രാജകീയ സിംഹാസനമുണ്ട്, നിയമഘടനകളുണ്ട്, പ്രജകളുണ്ട്, കോടതിയുണ്ട്, ന്യായവിധികളുണ്ട്, ഭരണ സംവിധാനങ്ങളും അധികാര നിയമനങ്ങളൊക്കെ ഒരു രാജ്യത്തിനകത്തുണ്ട്, ഉണ്ടല്ലോ. ജസ്റ്റ് പറഞ്ഞു വിടുകയാണ്, നമ്മൾ ക്ലാസ് കുറിച്ച് പോയാൽ പിന്നീട് വലിയ വേറെയിലേക്ക് പോകും. ഒട്ടനവധി കാര്യങ്ങൾ ഒരു ദൈവരാജ്യത്തിൽ രാജ്യത്തിനകത്തുണ്ട്. ഒരു രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ആ രാജ്യത്തെ നേതാവ് തന്നെയാണ്, അല്ലേ? ദൈവരാജ്യത്തിനേക്കാൾ വലുത് ഒരാളുണ്ട്. ദൈവരാജ്യത്തെക്കാൾ വലുതുണ്ടോ? ഉണ്ട്. ദൈവരാജ്യത്തെക്കാൾ വലുതാണ് ദൈവം. ഭരിക്കുന്ന ദൈവം ദൈവരാജ്യത്തെക്കാൾ വലുതാണ്. അങ്ങനെയാണല്ലോ. ഓക്കെ, വിടുക, നമ്മുടെ വിഷയം അതല്ലല്ലോ, വിട്ടുപോകുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു 3 സിസ്റ്റത്തിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോവുക. ഒന്ന്, ദൈവം നേരത്തെ പറഞ്ഞില്ലേ, കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ അവൻ രാജാവായി സിംഹാസനം കെട്ടി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? 7th കിങ്ഡം, 6ാമത്തെ കിങ്ഡമായ 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തെ ഭരിച്ച് മനുഷ്യൻ ഭൂമിയിൽ വാഴണം. ആണോ? യെസ്. അപ്പൊ അത് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അത് വിട്ടുപോയി, പാപനിമിത്തം വിട്ടുപോയി. വീണ്ടും അത് മടങ്ങി വരികയാണ്. അതുകൊണ്ട് മാർക്കോസ് 1:15 പറയുന്നു, കാലം തികഞ്ഞു, അല്ലേ? എൻ്റെ കാലം തികഞ്ഞിട്ടില്ല, അതല്ലേ ഈ ആൾക്കാർ മരിക്കുമ്പോൾ കാലം തികഞ്ഞെന്നൊക്കെ പറയും. ആ കാലമല്ല, അല്ലേ? അടുത്തത് ദൈവരാജ്യം, ക്രിസ്തുവിൻ്റെ പ്രസംഗം പോലും അതാ. എന്തിൻ്റെയോ കാലം, അത് വിട്ടേക്ക്, അത് വലിയൊരു വേറെ വിഷയമാണ്. കാലം തികഞ്ഞു, എന്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു, വിട്ടേക്ക്. അടുത്തത് ക്രിസ്തു പ്രസംഗിച്ച അടുത്ത വാക്യം എന്നറിയാമോ? ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ വിട്ട് പുറത്തുപോയി. അവിടെ മുതൽ ദൈവത്തിൻ്റെ ഹിതം അറിയാതെ ആത്മാവ് മരിച്ചുപോയ മനുഷ്യർക്ക് ആത്മാവിൽ നിന്ന് കേൾക്കുവാൻ കഴിയാതെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. ക്ലിയർ ആണല്ലോ. ഈ കഴിഞ്ഞ 4000 വർഷം, അല്ലെങ്കിൽ യേശു മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ യേശു വരെ 2000 വർഷം, 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷം, പഠിച്ചവർക്കറിയാം, അല്ലേ? 4000 വർഷങ്ങൾ കഴിഞ്ഞ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവരാശിയോട് ആദ്യം പ്രസംഗിച്ച പ്രസംഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഏതാ? മാർക്കോസ്. ശ്രദ്ധിച്ചോ? മാർക്കോസ് 1:15, 3.5 വർഷത്തെ മിനിസ്ട്രിയുടെ ആദ്യത്തെ പ്രസംഗമാണത്. ആണോ ഇല്ലയോ? യെസ്. യേശു കർത്താവ് 30 വർഷം ജീവിച്ച ശേഷം 3.5 വർഷക്കാലം തൻ്റെ മിനിസ്ട്രിയുടെ ആദ്യ പ്രസംഗത്തിൽ പറയുന്ന 2ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷമായി, ആദം മുതൽ അബ്രഹാം വരെ 2000, അബ്രഹാം മുതൽ യേശു വരെ ഏതാണ്ട് 2000, ഈ 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷം ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വെച്ച, മനുഷ്യരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ കഴിയാതിരുന്ന ആ വലിയ സത്യം യേശു ക്രിസ്തു ആദ്യമായി തിരുവാമൊഴിഞ്ഞ് മാനവരാശിയോട് പറഞ്ഞ വചനമാണ് കാലം തികഞ്ഞു. അതെന്തിൻ്റെ കാലം വിട്ടേക്കുക. അടുത്തത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആണോ? വ്യാപ്തി മനസ്സിലായോ നിങ്ങൾക്ക്? ആ മടങ്ങി വരിക. ദൈവം മനുഷ്യനെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷയം നമ്മുടെ രാജപദവി അല്ലെങ്കിൽ എന്താ, നമ്മുടെ കിരീടധാരണ ദിവസമാണ്. പക്ഷെ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു വരാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചാണ്. ഒറ്റവാക്കി ഞാൻ പറഞ്ഞു വിടുകയാണ്. ദൈവം ഇപ്പോൾ ഒരു സ്പിരിച്വൽ കിങ്ഡം സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിലൂടെ സഭ ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ 2000 വർഷം മുമ്പ്, കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം 5-ാം ദിവസം മാളിക മുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ സഭ സ്ഥാപിച്ചപ്പോൾ അവിടെ ആദ്യമായി ചെയ്തത് സ്പിരിച്വൽ കിങ്ഡമാണ്. ഓക്കെ, വിട്ടേക്ക്, അത്രയ്ക്ക് അല്പം മാത്രം ഗ്രഹിക്കുക. പിന്നീട് ഇനി 1000 ആണ്ടിൽ ലിറ്ററൽ കിങ്ഡം, ദൈവം മനുഷ്യനെ അക്ഷരികമായി കാണത്തക്കവണ്ണം ഭരിക്കാൻ പോകുന്നു. ഇപ്പോൾ ആത്മീയമായി ഭരിക്കാൻ വരുന്നു. ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ ക്രിസ്തുവിലൂടെ, സഭയിലൂടെ ദൈവം നമ്മളെ ആത്മീയമായി ഭരിക്കാൻ വരുന്നു. രാജാവായി നമ്മുടെ ഉള്ളിൽ വാഴുവാൻ വരുന്നു, ആഗ്രഹിക്കുന്നു.
2000 ആണ്ടിൽ കാണത്തക്കവണ്ണമുള്ള ലിറ്ററൽ കിങ്ഡം ക്രിസ്തു അക്ഷരികമായി വാഴാൻ പോകുന്നു ഭൂമിയിൽ. ഇതുപോലെ കാണാൻ പോകുന്നു. ദൈവം ഭൂമിയിൽ നടക്കാൻ വരുന്നു, ജീവിക്കാൻ വരുന്നു നമ്മുടെ കൂടെ. ഇമ്മാനുവേൽ എന്ന് പറയുന്ന വാക്ക് അക്ഷരികമായും സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കിങ്ഡം അങ്ങനെയാണ്, ലിറ്ററൽ കിങ്ഡം. അതിനുശേഷം 1000 ആണ്ടിന് ശേഷം ഈ ഭൂമിയും ആകാശമൊക്കെ കത്തിപ്പോയ ശേഷമാണ് എറ്റേണൽ കിങ്ഡം വരാൻ പോകുന്നത്. നിത്യരാജ്യം വിടുകയാ. അതിനെക്കുറിച്ച് ആഴമായി നമ്മൾ എടുത്തോളാം. ഈ 3 സിസ്റ്റത്തിൽ കൂടെ കടന്നു പോകുകയാ. ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിൽക്കാത്തവൻ ഒരിക്കൽ പോലും രണ്ടാമത്തവരിൽ ഉണ്ടാകില്ല. ഇന്ന് സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം, ദൈവം രാജാവായി എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ ഞാൻ കറ തീർന്ന് അടിവരയിട്ട് പറയാം, 1000 ആണ്ടിൽ അങ്ങനെയുള്ളവർ ഭരിക്കത്തില്ല, ക്രിസ്തുവിനോട് കൂടെ ഉണ്ടാകുക പോലുമില്ല. അവർ ദൈവരാജ്യം അവകാശമാക്കില്ല. ഒരു ഡൗട്ടുമില്ല ഇവിടെ ഇരിക്കുക. എത്ര മനസ്സിലാവുന്നുണ്ട്? ക്ലിയറാണല്ലോ? ഗ്രഹിച്ചോ? നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിടുക. ഈ 3 സിസ്റ്റം, ഇതിനെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആഴമായി പഠിക്കും. ഞാൻ ജസ്റ്റ് വാക്യം പറഞ്ഞു പോകുക. ഇപ്പോൾ ദൈവം നമ്മുടെ അകത്ത് രാജാവായി. അതുകൊണ്ട് ആ കാലസമ്പൂർണ്ണ വ്യവസ്ഥയിൽ സ്വർഗവും ഭൂമിയും പിന്നെയും. അപ്പോൾ യേശു ക്രിസ്തു ഗലാത്യർ 4:4 പറയുന്നു, സ്ത്രീയുടെ സന്തതിയായി യേശു കാലസമ്പൂർണ്ണയിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് സ്പിരിച്വൽ കിങ്ഡം കെട്ടിയിരിക്കുകയാണ്. പക്ഷേ അനേക വിശ്വാസികളിലും അതിപ്പോഴും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ലവോദിക്ക സഭയോട്, 7 സഭയുടെ അവസാന സഭയായ ലവോദിക്ക സഭയോട് 3-ാം അധ്യായം, വെളിപ്പാട് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാനിതാ, പറയൂ സഹോദരങ്ങളെ, വാതിക്കൽ വന്നു മുട്ടുന്നു. ആ വാതിലല്ല, ഈ ഹൃദയം എന്ന് പറയുന്ന വാതിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ഞാനത് വാതിക്കൽ വന്നു മുട്ടുന്നു, ആരെങ്കിലും വല്ല സ്വരം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇപ്പൊ എൻ്റെ അകത്ത് രാജ്യം സ്ഥാപിച്ചിട്ടില്ല. പണ്ട് സ്ഥാപിച്ചിരിക്കാം, പക്ഷെ ഇപ്പോൾ ക്രിസ്തു പുറത്താ. അന്ത്യകാല സഭയോട് പറയുമ്പോൾ ക്രിസ്തുവിന്റെ വാക്ക നിറകണ്ണുകളോടെ തന്നെ എനിക്ക് പറയേണ്ടി വരും. അത് ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ വിഷയം മൈ കൊറോണേഷൻ ഡേ. ായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസപ്പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസപ്പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. ഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം, സന്തോഷത്താലുള്ള നിറഞ്ഞ് കർത്തരേശുവിൻ പാദത്തിൽ അണയാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം, സന്തോഷത്താലുള്ള നിറഞ്ഞ് കർത്തരേശുവിൻ പാദത്തിൽ അണയാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാ ദുർഘടമേടുകളിൽ നിർഭയമായി വസിക്കാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാ ദുർഘടമേടുകളിൽ നിർഭയമായി വസിക്കാം. പച്ചമേച്ചുപുറങ്ങളിൽ നടത്തും, നാമത്തേറ്റു ശക്തി പകരും, സ്വസ്ഥമായി ജീവിക്കുവാനും അവൻ നമ്മെ ശീലിപ്പിക്കും. പച്ചമേച്ചുപുറങ്ങളിൽ നടത്തും, നാമത്തേറ്റു ശക്തി പകരും, സ്വസ്ഥമായി ജീവിക്കുവാനും അവൻ നമ്മെ ശീലിപ്പിക്കും. സർവജ്ഞാനിയായ ദൈവം നമ്മുടെ സങ്കേതമായതിനാൽ കരകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. സർവജ്ഞാനിയായ ദൈവം
നമ്മുടെ സങ്കേതമായതിനാൽ എല്ലാ ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. നമ്മെ പേര് ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർത്തമേകെ വരുന്നവൻ, രാജാധിരാജൻ. നമ്മെ പേര് ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർത്തമേകെ വരുന്നവൻ, രാജാധിരാജൻ. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായ വിശ്വാസപോർക്കളത്തിൽ ഓട്ടം കൂടെ പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായ വിശ്വാസപോർക്കളത്തിൽ ഓട്ടം തികച്ചു. അതുകൊണ്ട് ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാരാം, സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് യേശുവിൻ പാദത്തിൽ അണയാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാരാം, സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് യേശുവിൻ പാദത്തിൽ അണയാം. ആമേൻ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളടച്ചോട്ടെ, എല്ലാ കണ്ണുകളടച്ചോട്ടെ. ഈ 2024 ആദ്യ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിമഹത്തായ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതും നമ്മെ അത്യുന്നതൻ്റെ ആത്മാവിന് നമ്മുടെ അകത്ത് പാനം നൽകിയതും അവന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് പോലെയല്ല, പ്രകൃത്യതീതമായ പ്രവൃത്തികൾ നമ്മളോട് ചെയ്യാൻ വേണ്ടിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവ്, അത് ഒരു മനുഷ്യൻ്റെ അകത്ത് കർത്താവ് മാറ്റം സംഭവിക്കുവാൻ ജീവൻ കൊടുക്കാൻ കഴിയുന്ന വാക്യങ്ങൾ. കർത്താവ് ആദിയിൽ വെള്ളത്തിന്മേൽ വ്യാപരിച്ച് കർത്താവ് പരിശുദ്ധാത്മാവ് ചെയ്ത സൃഷ്ടിച്ച വാക്കുകൾ ഉളുവാക്കിയ അതേ അപ്പൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പാനം നൽകിയിരിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ ഒതുങ്ങാത്ത അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഈ 2024 നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട വചനങ്ങളൊക്കെ നമ്മൾ ഉറപ്പിക്കുകയാണ്. നമ്മൾ ആരെന്ന് ക്രിസ്തുവിൽ അത് വെളിവായി വരുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, ഞാൻ ആരെന്നുള്ള ആ സത്യം നമ്മുടെ അകത്ത് വെളിവാകുമ്പോൾ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളുടെ പുറത്ത് ഒഴുകാൻ തുടങ്ങുകയാണ്. നമ്മൾ ആ വലിയ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷ, നാം ആയിരിക്കുന്ന ദൈവരാജ്യം, അവിടുത്തെ സന്നാഹങ്ങളും അവിടുത്തെ സംരക്ഷണങ്ങളും അവിടുത്തെ എല്ലാവിധ നന്മകളും അവിടുത്തെ എല്ലാവിധമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ തന്നെയുണ്ട്. വിളിച്ചവൻ വിശ്വസ്തൻ തന്നെയാ, അവൻ ഒരിക്കലും മാറുകയില്ല. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് അതെല്ലാം കിടക്കട്ടെ. 2024 നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ പ്രദർശനമായി തീരട്ടെ. ഈ വർഷം മുഴുവനും, ഈ ദിവസങ്ങൾ മുഴുവനും നമ്മുടെ അകത്ത് വന്ന നമ്മുടെ യാതൊരു കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ അല്പം ബുദ്ധിയോ ജ്ഞാനം കൊണ്ടല്ല, നമ്മുടെ വാക്ചാതുര്യം കൊണ്ടല്ല, നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രവർത്തികളൊക്കെ പ്രകൃത്യാതീതമായ പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇത് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു മനുഷ്യന്റെ ചിന്തകൾ കൊതുങ്ങാത്ത പ്രവൃത്തികൾ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത പ്രവൃത്തികൾ അത്യുന്നതന്റെ ആത്മാവ് ഈ വർഷം നമ്മളോട് ചെയ്യെടുക്കട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുവാൻ നമ്മൾ അനുവദിക്കട്ടെ. ഇന്ന് പകൽക്കാലം അവനെ നമ്മൾ സ്വതന്ത്രരായി നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ നമ്മൾ അനുവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ നടക്കാം. പരിശുദ്ധായ ഞങ്ങളുടെ സ്വർഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി അവിടുത്തെ ആട്ടിൻകൂട്ടമായി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. കർത്താവ്, ഈ 2024 കർത്താവ് നിന്റെ വരവ് പടിവാതിക്കലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടുത്തെ ഹിതം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളിലൂടെ ഈ ലോകത്ത് ചെയ്തെടുപ്പാൻ ഞങ്ങളുടെ പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹിതങ്ങളും ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് അവിടുത്തെ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വാഴുവാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിക്കുകയാണ്. ഞാനിത് വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കത്താഴം കഴിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്. നീ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് രാജാവായി വാഴണമേ.
നിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ഈ നാളുകളിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, ഇവിടെ വന്ന ഓരോ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് പേരോ പെരുമയോ വാക്ചാതുര്യങ്ങളോ ഈ ലോകത്തിലെ സമ്പത്തോ നന്മകളോ ഒന്നും പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ അതിനേക്കാൾ അത്യുന്നതന്റെ സ്വർഗത്തോളം വലിപ്പമുള്ള സമ്പത്ത്, ദൈവത്തോളം വലിപ്പമുള്ള വലിയ സമ്പത്തായ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓരോ ഹൃദയങ്ങളിൽ വന്ന് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളെയും വന്ന് മൂടി വരുന്ന നാളുകളിൽ അവരുടെ വിശ്വാസത്തിൽ തുറക്കപ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി റിലീസ് ചെയ്യപ്പെട്ട് അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെ കർത്താവെ പുറത്താക്കി, അനേക സ്വർഗത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും സഭയെ നേടാൻ പോകുന്ന വലിയ പ്രവൃത്തികളെ ഓർത്ത് നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കരങ്ങൾ നീട്ടുമ്പോൾ, വിരൽ ചൂണ്ടുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുന്ന ഒരു വലിയ വീരപ്രവൃത്തികൾ ഇവരോട് സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകുന്ന, അലറിയോടുന്ന കർത്താവേ വൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യെടുക്കാൻ പോകുന്ന വലിയ കൃപക്കായി നന്ദി പറയുകയാണ്. അതിന് ഞങ്ങൾ ഏക ആശ്രയം അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വന്ന് വാഴണമെന്ന് മാത്രം. ഇന്ന് പകൽക്കാലം ഹൃദയം താത്തി ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സത്യവചനങ്ങൾ കർത്താവേ, മാറ്റമില്ലാത്ത ദൈവവചനം, അവൻ്റെ രാജ്യനിധി അന്വേഷിക്കാൻ പറഞ്ഞ ആ സത്യവചനം എല്ലാ ഹൃദയങ്ങളിലേക്കും ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അത് വാസം ചെയ്യുവാൻ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നഷ്ടമാക്കരുതേ. ഞങ്ങളുടെ അകത്ത് വന്ന ദൈവവചനം ഒരിക്കൽ പോലും നഷ്ടമാക്കരുതേ. ആ വചനത്തിന് ജീവനും ആത്മാവിനെയും ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ്ഗം എല്ലാവരെയും അനുവദിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. ഒരു വട്ടം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെയും. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രാദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസരണം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന കർത്താവിൻ്റെ എല്ലാ മക്കളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയത്തിൽ കർത്താവിന് വിശുദ്ധ കരങ്ങളെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. മാറാനാഥ.